റീഅറേഞ്ച് കാണാൻ പറ്റുമല്ലോ? കാണാം സർ. യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലാസ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത് ദാറ്റ് ഈസ് മാഗ്നറ്റിസത്തെ സംബന്ധിച്ചു, അല്ലെങ്കിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തെ സംബന്ധിച്ചുള്ള 2-3 ചോദ്യങ്ങളാണ്. ഏറ്റവും അവസാനം നമ്മൾ അതിന്റെ ഡിറക്ഷനെ കുറിച്ച് സംസാരിച്ചു, അതിന്റെ പ്രോബ്ലങ്ങളും ചെയ്തു. 1-2 ചെറിയ പ്രോബ്ലങ്ങളും ചെയ്തു. ആ ചെയ്ത പ്രോബ്ലങ്ങൾ ഇതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് ഞാൻ ആരോടോ മാഗ്നറ്റിസത്തിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന രീതികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. നമുക്ക് ഈ 2 പ്രോബ്ലമോടെ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കിയോളൂ. ഇത് ഒരു കണ്ടക്ടറാണ്, നിങ്ങൾക്കറിയാം. അത് ഞാനിതിനെ പി ക്യു നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ എസ് ടി യു. ആറ് നമ്മൾ കൊടുത്തില്ല, കാരണം ഇതിന്റെ റേഡിയസിനെ നമ്മൾ സ്മോൾ ആർ ആയിട്ട് ഉപയോഗിക്കും. ഇവിടെ 2 ആംപിയർ കറണ്ടാണ് കടത്തി വിടുന്നതെന്ന് വിചാരിക്കുക. 2 ആംപിയർ കറണ്ട് കടന്നു പോകുന്നു. ഇതിന്റെ റേഡിയസ് 2 മീറ്ററുമാണെന്ന് വിചാരിക്കുക. നിങ്ങളോട് ചോദിക്കുന്നത് സെന്റർ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ ഒന്നാമത്തത് വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലത്തിൽ ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം. ലാസ്റ്റ് നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇതായിരുന്നു. ആ പ്രോബ്ലം മറന്നു പോകരുത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിന്റെ ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതായിരുന്നു നമ്മളുടെ ഫിഗർ. ഈ ഫിഗർ നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് കണ്ടക്ടറിന്റെ ആക്സിയൽ പോയിന്റിലുള്ള പോയിന്റ് ആണ് O. അതുകൊണ്ട് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആവും. എസ് ടിയുടെ ആക്സിയൽ ഏരിയയിലുള്ള പോയിന്റ് ആണ് O. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആവും. പിന്നെ ആകെപ്പാടെ ആ സെമി സർക്കുലർ ലൂപ്പ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ സാഹചര്യം അങ്ങനല്ല. നോക്കിയോളൂ. ആദ്യത്തേത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പി ക്യൂ ആണ്. ഈ പി മുതൽ ക്യൂ വരെ ഒരു ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിട്ട് പരിഗണിച്ചാൽ അതിന്റെ 1 എൻഡിലുള്ള പോയിന്റ് ആണ് ഇത്. നിങ്ങൾ കാണാൻ പറ്റും. ഇവിടുന്ന് തുടങ്ങുന്നു കരുതുക, നമുക്ക് ഇവിടെ വരെ ഉണ്ടെന്ന് അറിയില്ല. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ 1 എൻഡിലുള്ള പോയിന്റ് ആണ് ഈ കാണുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ തിയറിയും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ഓക്കെ, ഒരു സാധാരണഗതിയിലുള്ള ഒരു കണ്ടക്ടർ ആണെന്ന് കരുതുക. ഇതായിരുന്നു അതിന്റെ ഇക്വേഷൻ. ഇത് നിങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, ഇതായിരുന്നു നമ്മളുടെ ഫിഗർ. ഒറ്റ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാലുള്ള ഫിഗർ നമുക്ക് ഇതായിരുന്നു. അതിനു മുമ്പ് നമ്മൾ 1 എൻഡും അതുപോലെ തന്നെ മിഡിലും ഉള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. അന്നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ്. ഇത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ സെന്റർ ഭാഗത്തു നിന്നും A അകലത്തിലുള്ള പോയിന്റ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വരച്ചു, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചു. ഈ ആംഗിൾ φ1 ആണെന്ന് വിചാരിക്കുക, ഈ ആംഗിൾ φ2 ആണെന്ന് വിചാരിക്കുക. ഇതാണ് 2 സാധനം. ഇതിനകത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു, ഇക്വേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ ഓർമ്മ കാണും. μ0 ബൈ 4π ഇൻറ്റു, ഒരു സെക്കൻഡ്, ഇക്വേഷൻ ഇതിന്റെ താഴെ കിടപ്പുണ്ട് കേട്ടോ. μ0 ബൈ 4π ഇൻറ്റു I ബൈ A ഇൻറ്റു ഇവിടെ കിടപ്പുണ്ട് sin φ1 പ്ലസ് sin φ2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. I ഡിവൈഡഡ് ബൈ A ഇൻറ്റു sin φ1 പ്ലസ് sin φ2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ടും പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ φ1 90 ഡിഗ്രി ആവും, φ2 90 ഡിഗ്രി ആവും. Then B is equal to, നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു I ഡിവൈഡഡ് ബൈ A ഇൻറ്റു sin 90 പ്ലസ് sin 90 എന്ന് വരും. sin 90 പ്ലസ് sin 90. ഇത് 1 + 1 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു I ഡിവൈഡഡ് ബൈ A ഇൻറ്റു 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ പറഞ്ഞാട്ടെ 2π ഇൻറ്റു I ഡിവൈഡഡ് ബൈ A എന്ന് വരും. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ്, ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ആണ്, ആ പദം ഓർത്തോ. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ സെൻട്രൽ പോയിന്റിൽ നിന്നും A അകലത്തിലുള്ള ഒരു പോയിന്റിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. എന്നാൽ നമ്മൾ പറഞ്ഞു
ഇത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണെന്ന് കരുതുക. അതിന്റെ വൺ എൻഡിൽ നിന്നും അകലത്തിലുള്ള പോയിന്റ് ആണ് നിങ്ങൾ പരിഗണിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഇങ്ങോട്ട് ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. ഈ ആംഗിൾ 5 ആണെന്ന് കരുതുക. 5 ആണെന്ന് കരുതുക. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ വരുമായിരുന്നു, ബി ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു സൈൻ 5 മാത്രമേ ഉള്ളൂ. സൈൻ 5 പ്ലസ് സൈൻ 5 അർത്ഥമില്ല. കാരണം 5 എന്ന് പറയുന്ന ആംഗിൾ 0 ആണ്. അപ്പൊ ഇങ്ങോട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 5 എന്ന് എഴുതാമായിരുന്നു. പക്ഷെ അങ്ങോട്ടില്ല, 0 ആണ്. അപ്പം സൈൻ 5 വന്നാൽ സൈൻ 0 വരും, അത് 0 ആയി പോകും. അപ്പൊ സൈൻ 5 മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ആംഗിൾ മാത്രം പരിഗണിച്ചാൽ മതി. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ആണെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ ഈ ആംഗിൾ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആംഗിൾ കൂടി അവസാനം 90 ഡിഗ്രി ആവും. ദെൻ നമ്മളുടെ ഇക്വേഷൻ μ0 by 4π into what you say, that is I by A into sin 90. sin 90 1 ആണ്, അത് ഓർത്തോണം. sin 90 that is 1. അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് μ0 ഡിവൈഡഡ് ബൈ 4π into I ഡിവൈഡഡ് ബൈ A. ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ ഇത് അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ്. നമ്മുടെ ജനറൽ ഇക്വേഷൻ മനസ്സിലാക്കുക. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ സംബന്ധിച്ച് അതിന്റെ സെന്റർ പോയിന്റിൽ നിന്നും എ അകലത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇൻഫിനിറ്റ്ലി എന്നുള്ള പദം നമ്മൾ അങ്ങ് മാറ്റുന്നു. ഒരു ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, അതിന്റെ സെന്റർ പോയിന്റിൽ നിന്നും എ അകലത്തിലുള്ള ഒരു പോയിന്റ് നമ്മൾ പരിഗണിക്കുന്നു. ആ പോയിന്റിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി ഇസ് ഈക്വൽ ടു μ0 by 4π into I by A into sin 5 plus sin 5. ഇത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ 5 5 90 ഡിഗ്രി ആയിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് μ0 by 2π into I by A, അല്ലെ μ0 by 4π into 2I by A, എങ്ങനെ എഴുതിയാലും മതി. അതുകൂടെ പറഞ്ഞേക്കാം. μ0 by 4π into 2I by A എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കൊള്ളുക. കാരണം ഇതിനോട് തുല്യമാക്കാൻ വേണ്ടിയാണ് μ0 by 4π എന്നുള്ള പദം നമ്മൾ എടുത്തത്. ഇനി അടുത്തത്, ഒരു കണ്ടക്ടറിന്റെ വൺ എൻഡിൽ നിന്നും ശ്രദ്ധിക്കണം, ഒരു കണ്ടക്ടറിന്റെ വൺ എൻഡിൽ നിന്നും, ഇൻഫിനിറ്റ്ലി ഞാൻ പറഞ്ഞില്ല, വൺ എൻഡിൽ നിന്നും എ അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ബി ഇസ് ഈക്വൽ ടു μ0 by 4π into I by A into sin 5. അത് ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ ആംഗിളിന്റെ വാല്യൂ 5 എന്ന് പറയുന്ന ആംഗിളിന്റെ വാല്യൂ എവിടേക്ക് മാറും? 90 ഡിഗ്രിയിലേക്ക് മാറും. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0 by 4π into I by A. ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുകയാണ്. ഇതാ നോക്കിയോളൂ. ആവശ്യമില്ലാത്തതുകൊണ്ട് അവിടെ പ്രോബ്ലം ചെയ്യേണ്ടതുകൊണ്ട് ഞാനത് റബ്ബ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി അറ്റ് പീക്ക്, അല്ലെ ഡ്യൂ ടു പീക്ക് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. കുത്തൊട്ടയോടെ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അതിന്റെ ക്യൂ എന്ന് പറയുന്ന വൺ എൻഡിൽ നിന്നും 2 മീറ്റർ അകലെയുള്ള പോയിന്റ് ആണ് നമ്മളുടെ O is a point which is contained at 2 meter away from one end of the infinitely long straight current carrying conductor. നേരത്തെ ആക്സിയൽ പോയിന്റ് ആയതുകൊണ്ടാണ് 0 ആയത്. അപ്പൊ നമ്മളുടെ വാല്യൂ നമുക്കറിയാം. എന്താണ്? μ0 by 4π, μ0 divided by 4π into I by A, I divided by A, that is equal to μ0 by 4π. I എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 2 ആംപിയർ ആണ്. ദാറ്റ് ഈസ് ആർ എന്ന് പറയുന്നത് അല്ലെ ദൂരം, ഇവിടെ നിന്നിട്ട് ദൂരമാണ്. ആ എ എന്ന് പറയുന്ന ദൂരവും എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് അത് ക്യാൻസൽ ആയി. ഇനി നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ദ പ്ലെയിൻ ആണോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. റൈറ്റ് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ്, ഇതാണ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ സ്ട്രെയിറ്റ് ആണ്. അപ്പൊ അതിനെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. റൈറ്റ് ഹാൻഡിൽ പിടിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തോട്ട് വെച്ച് വേണം ഇത് പിടിക്കാൻ വേണ്ടി. നോക്കിയേ, നിങ്ങൾ ഇനി എന്റെ മുഖത്തേക്ക് നോക്കുക. നോക്കുമ്പോൾ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനെയാണ്. ഇപ്പോൾ കേൾഡ് ഫിംഗേഴ്സ് ഒക്കെ എന്റെ മൂക്കിന് നേരെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ നേരെ അല്ല ഇരിക്കുന്നത്, എന്റെ മൂക്കിന് നേരെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. കണ്ടല്ലോ? നിങ്ങൾ കൂടെ വേണേ പിടിച്ചു നോക്കാം. നിങ്ങൾ വലത് കൈ എടുക്കുക. ആ വലത് കൈയിലേക്ക് നിങ്ങൾ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ എടുക്കുക. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ എടുക്കുമ്പോൾ എങ്ങോട്ടായിരിക്കണം? ആ കണ്ടക്ടറിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ ആ പടത്തിൽ എങ്ങനെയാണോ കറണ്ട് ഒഴുകുന്നത്, കറണ്ട് പിയിൽ നിന്ന് ക്യൂവിലോട്ടാണ് ഒഴുകുന്നത്.
അങ്ങനെ ഒഴുകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ തമ്പിനെ വെക്കുക. തമ്പിനെ വെക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു പോയിന്റ് ആണ് O. അതിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു പോയിന്റ് ആണ് O. ആ പോയിന്റിലേക്ക് വിരൽ ഇങ്ങനെ വെക്കുക. അതാണ് മുകൾ ഭാഗത്തുള്ള പോയിന്റിലേക്ക് ഞാൻ വിരൽ വെച്ചു. അപ്പോൾ ആ വിരൽ എന്ന് പറയുന്നത് അല്ലെ ചൂണ്ടുവിരലുകളും ബാക്കി എല്ലാ കേൾഡ് ഫിംഗേഴ്സും എന്റെ നേരെയാണ് ഇരിക്കുന്നത്. അതായത് പേപ്പറിൽ നിന്നും അല്ലെങ്കിൽ ബോർഡിൽ നിന്നും വെളിയിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. അതുകൊണ്ട് ഒരു വട്ടമിട്ടിട്ട് കുത്തിടും. ഇൻറ്റു ദ പ്ലെയിൻ ആയിരുന്നെങ്കിൽ ഇട്ടിട്ട് നമ്മൾ ഇൻറ്റു ഇട്ടേനെ. അപ്പൊ ഒന്നാമത്തതായി. ഇതിന്റെ രണ്ടാമത്തതിലേക്ക് നോക്കാം. നോക്കിയേ, TU അതും സ്ട്രെയിറ്റ് ആണല്ലോ. ദാറ്റ് ഈസ് BTU. BTUവും ഇത് തന്നെയാണെന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് അറിയാം. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ വൺ എൻഡിൽ നിന്നും, ഇത് വൺ എൻഡ് ആണ്, ചെറിയ ഗ്യാപ്പേ ഉള്ളൂ, വൺ എൻഡിൽ നിന്നും ഇത്രയും അകലെയുള്ള ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ 2 മീറ്റർ അകലെയുള്ള പോയിന്റ് ആണ്. അപ്പോഴും നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ വരും. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ദ പ്ലെയിൻ, സോറി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അത് നോക്കിയാൽ മനസ്സിലാവും. എന്തോ കേട്ടില്ല? അപ്പൊ നോക്കുക, അതും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഇനി അടുത്തതാണ് നമ്മുടെ വിഷയം. അടുത്ത വളരെ ശ്രദ്ധിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B QST. അത് നിങ്ങൾക്കറിയാം, ഒരു സർക്കുലർ ലൂപ്പാണ്. ചെറിയൊരു ഗ്യാപ്പേ ഇടയ്ക്കുള്ളൂ. ആ ഗ്യാപ്പിനെ നിങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ട വിഷയമില്ല. ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ BQST വരുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ അറിയാമല്ലോ. ഒരു സർക്കുലർ ലൂപ്പിനെ സംബന്ധിച്ച്, ഒറ്റ ചുറ്റുള്ള സർക്കുലർ ലൂപ്പിനെ സംബന്ധിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അതിന്റെ സെന്റർ പോർഷനുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നേരിട്ട് കിടക്കുന്നു μ0 NI ഡിവൈഡഡ് ബൈ 2a ആണ്. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് ലൂപ്സ് ആണ് n. ആ എന്നിന്റെ വില എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1 ആണ്. ഇതിനകത്തിലെ എന്നിന്റെ വില 1 ആണ്. അപ്പോൾ μ0 I/2a ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ അവിടേക്ക് വരികയാണ്. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 NIക്ക് പകരം I ഡിവൈഡഡ് ബൈ 2a. ഞാൻ അപ്പൊ അത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി നമ്മൾ ഇത് എങ്ങോട്ടാണെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങോട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. ഇതാണ് കറണ്ടിന്റെ ദിശ. ഒരു വള എടുക്കുക. എന്തെങ്കിലും സർക്കുലർ ഷേപ്പിലുള്ള ഒരു വള നിങ്ങൾ എടുക്കുന്നു. സർക്കുലർ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നിങ്ങളുടെ വളയെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കറണ്ടിനെ റൈറ്റ് ഹാൻഡിൽ ഇതിനെ പിടിക്കുന്നു. റൈറ്റ് ഹാൻഡിൽ ഇതിനെ പിടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് നമുക്ക് വേണ്ട ഡയറക്ഷനിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അത് പതുക്കെ നോക്കിയാൽ മതി. ആ ഡയറക്ഷനിലാണ് ഞാൻ വിരലിനെ വെക്കുന്നത് ഇവിടെ. അങ്ങനെ കേൾഡ് ഫിംഗേഴ്സിനെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ തമ്പെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാം. അല്ല, ബോർഡിനെ വെച്ച് നോക്കുമ്പോൾ അത് എങ്ങനെയാണ്? ഇൻറ്റു ദ ബോർഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ തന്നെ ഒരു എന്തെടുത്തതിന് ശേഷം, നമ്മളുടെ ഒരു വളയെടുത്തതിന് ശേഷം ഇത് ചെയ്ത് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ഒരു സർക്കുലർ ലൂപ്പാണ്. ഒരു കാര്യം ചെയ്യും, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ഒരാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ഇക്കാര്യത്തിന് ഒരു സംശയം ചോദിച്ചിരുന്നു. അന്നേരം നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ആരായിരുന്നു എന്നോട് അന്ന് ചോദിച്ചിരുന്നത്? ശ്രീനന്ദയായിരുന്നു. ശ്രീനന്ദ, വീഡിയോ ഓൺ ചെയ്തേ ശ്രീനന്ദ. യെസ്, ആ വള എവിടെ? അതാണ് വള. ആ വള എന്ത് ചെയ്യുക? കയ്യിൽ പിടിക്കുക. റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. റൈറ്റ് ഹാൻഡിൽ പിടിച്ചല്ലോ. ഇപ്പോ പിന്നെ കറണ്ട് ഒഴുകുന്നത്, ഇവിടെ കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്ക് വൈസിലാണോ നമ്മളെ ഒഴുകുന്നത്? ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നത് അല്ലെ? ക്ലോക്ക് വൈസിൽ കറണ്ട് ഒഴുകുന്ന രീതിയിൽ ആ കേൾഡ് ഫിംഗേഴ്സ് പിടിച്ചേ. ക്ലോക്ക് വൈസിൽ കറണ്ട് ഒഴുകുന്ന രീതിയിൽ കേൾഡ് ഫിംഗേഴ്സ് പിടിച്ചേ. ഇപ്പൊ എങ്ങോട്ടാണ്? ശ്രീനന്ദയുടെ മുഖത്തിന് നേരെയാണോ തമ്പിരിക്കുന്നത്? മുഖത്തിന് വെളിയിലോട്ടാണോ? വെളിയിലോട്ട്.
പുസ്തകത്തിന് വെളിയിലോട്ടാണ് എന്ന് പറഞ്ഞാൽ ഏതിന് നേരെയാണ്? ബോർഡിന് നേരെയല്ലേ? നേരെ ഫ്രണ്ടിൽ ഒരു ബോർഡ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം, ബോർഡിന് നേരെയല്ലേ? അപ്പൊ ഇൻറ്റു ദ ബോർഡ് അല്ലേ വരുന്നത്? ഇൻറ്റു യു അല്ല, ഇൻറ്റു ദ ബോർഡാണ്. അതിനെ നമ്മൾ പറയുന്ന പേര് ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മുമ്പിലാണല്ലോ പേപ്പർ ഇരിക്കുന്നത്, അപ്പൊ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആയിരിക്കുന്നത്. ഇനി ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഒഴുക്കി. ഇപ്പൊ കറക്റ്റ് ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നത്, സംശയമില്ലല്ലോ. ആന്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഒഴുകും. ഇപ്പൊ തമ്പ എങ്ങോട്ടായിരിക്കുന്നത് നമ്മളെ? അതെ, അപ്പൊ ഇൻറ്റു യു ശ്രീനന്ദയുടെ അടുത്തോട്ടാണ് ഇരിക്കുന്നത്. അതായത് ബോർഡിൽ നിന്നോ പേപ്പറിൽ നിന്നോ വരികയാണെങ്കിലോ ഔട്ട് ഓഫ് ദ പ്ലെയിനാ. ബോർഡിൽ നിന്ന് വെളിയിലോട്ട് വന്നെങ്കിൽ മാത്രമേ ശ്രീനന്ദയുടെ നേരെ വരുള്ളൂ. ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നിന്ന് ഒരു അമ്പ് അല്ലെ ഒരു ആരോ വെളിയിലോട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിലേക്ക് വരുള്ളൂ. അപ്പൊ ഇപ്പൊ ഇരിക്കുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. ഇപ്പൊ നമ്മുടെ ഫിഗറിലോ ആന്റി ക്ലോക്ക് വൈസിലല്ല കറണ്ട് ഒഴുകേണ്ടത്, ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകേണ്ടത്. ക്ലോക്ക് വൈസിൽ കറണ്ട് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു പിടിച്ച കൈ നേരത്തെ കണ്ട പോലെ ഇപ്പോ നമ്മളുടെ ഫിഗറിൽ കാണുന്നത് പോലെയാണ് കറണ്ട് ഒഴുകുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. തമ്പിരിക്കുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിനെ ലക്ഷ്യമാക്കിയാണ് ഇരിക്കുന്നത്. അതായത് ഇൻറ്റു എന്താണ് പറയുന്നത്, ദ കമ്പ്യൂട്ടർ ആണ് ഇരിക്കുന്നത്, സംശയമില്ലല്ലോ. അല്ലെ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ് ഇരിക്കുന്നത്. ഓക്കെ മോളെ, ഓക്കെ മാറ്റി. അപ്പൊ μ0I/2a എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. ഇതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം, കണ്ടോ? ഇൻറ്റു ആണ്. അപ്പൊ ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുമ്പോഴാണ് പണി വാങ്ങിക്കുന്നത്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഇത് രണ്ടും നിങ്ങൾക്കറിയാം ഒരേ ദിശയിലുള്ള സംഗതികളാണ്. ഇത് രണ്ടും ഒരേ ദിശയിലുള്ള സംഗതികളാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? μ0 that is μ0 ഡിവൈഡഡ് ബൈ 4π പ്ലസ് μ0 ഡിവൈഡഡ് ബൈ 4π. ഇത് രണ്ടും നമുക്കറിയാം എന്താണ്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. മൈനസ് μ0I ഡിവൈഡഡ് ബൈ 2a. ദിസ് ഈസ് ദ വാല്യൂ. ഇവിടെയും പ്രശ്നമുണ്ട്. ഇത് ഇൻറ്റു ദ പ്ലെയിൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഇതിന്റെ വാല്യൂ μ0/4πയുടെ വാല്യൂ 10⁻⁻7 ആണെന്ന് നമുക്കറിയാം, ഇല്ലേ? μ0യുടെ വില എന്ന് പറയുന്നത് 4π × 10⁻⁻7 ആണ്. അപ്പൊ μ0/4πയുടെ വില ഡിവൈഡഡ് ബൈ 4π ഇത് ഇതിവിടെ പോകും, 10⁻⁻7 ആണ്. 10⁻⁻7 പ്ലസ് 10⁻⁻7 എന്ന് പറയുന്നത് 2 × 10⁻⁻7 ആണ്. ഇനി ഇവിടുത്തെ വാല്യൂ നോക്കണം. അപ്പൊ ഇത് ഇൻറ്റു ദ പ്ലെയിൻ ആണെന്നുള്ള അല്ല ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണെന്ന് നോക്കിയോണം. മൈനസ് μ0യുടെ വാല്യൂ നമുക്കറിയാം 4π × 10⁻⁻7 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2. അതായത് കറണ്ടിന്റെ വാല്യൂ 2, റേഡിയസിന്റെ വാല്യൂ 2, അതെല്ലാം കൂടാണ് പോയത്. അപ്പം ഇത് ഇതൂടെ പോയി, ഇത് ഇതൂടെ പോകുമ്പോ 2 വരും. അപ്പൊ 2π × മൈനസ് 2π × 10⁻⁻7 കണ്ടോ? അപ്പൊ ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെ വലിയ സംഖ്യ ഇതാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഷെയ്ഡഡ് ആണ് വലിയ സംഖ്യ, ഇതാണ് വലിയ സംഖ്യ. ഇത് 2π × 10⁻⁻7 ഇത് എത്രയാണ് പറയുന്നത്? ദാറ്റ് ഈസ് 2 × 10⁻⁻7 ആണ്. അപ്പൊ ഇവിടുത്തെ മൈനസിന്റെയും പ്ലസിന്റെ അർത്ഥം മനസ്സിലാക്കിയോളൂ. അത് നിങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൈനസിന്റെ അർത്ഥം മൈനസ് എന്നോ പ്ലസിന്റെ അർത്ഥം പ്ലസ് എന്നോ അല്ല. ഒന്നുകിൽ വെളിയിലോട്ടുള്ളതിനെ പ്ലസ് അല്ല, വെളിയിലോട്ടുള്ളതിനെ ഇത് നോക്കിയേ ഔട്ട് ഓഫ് ദ പ്ലെയിൻ, അതിനെ പ്ലസ് എന്ന് എടുത്തു. അപ്പൊ ഇൻറ്റു ദ പ്ലെയിനെ മൈനസ് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇൻറ്റു ദ പ്ലെയിൻ പോസിറ്റീവും മറ്റേത് നെഗറ്റീവും എന്നൊരു അർത്ഥവും നമുക്കില്ല. അപ്പൊ ഇത് എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തിൽ നിന്നും നമുക്ക് ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഇതാണല്ലോ വലുത്, ഇത് വലുതാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്നും 2വിനെ അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതാണ് നല്ലത്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നോക്കിയേ 2π × 10⁻⁻7 മൈനസ് 2 × 10⁻⁻7 ഇങ്ങനെ വന്നു നമുക്ക്. അപ്പൊ ഓർത്തോണം, ഇത് ഏതാണ്? ഇൻറ്റു ദ ഔട്ട് ഓഫ് ദ പ്ലെയിനും ഇത് ഇൻറ്റു ദ പ്ലെയിനും ആണെന്ന് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁻⁻7 × π-1. ഇതാണ് ഉത്തരം. ഇവിടെ പൈ ബാക്കി കിടക്കും, ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 1 ബാക്കി കിടക്കും. ഇത്ര എഴുതി വെച്ചാൽ മതി പരീക്ഷയ്ക്ക്. ഇനിയും ഓർത്തോണം, ഇതിന്റെ ചിഹ്നം മസ്റ്റായിട്ട് എഴുതണം. ഈ ചിഹ്നം വെച്ചാണ് ചോദിക്കുന്നത്. വലുത് മക്കളെ ഇൻറ്റു ദ പ്ലെയിൻ ആണ്. അപ്പൊ അതിന്റെ ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. കണ്ടോ? ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ.
2 into 10 raised to minus 7 into pi minus 1 into the plane. ആ into the plane എന്നുള്ള സാധനം ഒരു കാരണവശാലും മറന്നു പോകരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്. into the plane വരും, ഔട്ട് ഓഫ് ദ പ്ലെയിനും വരും, ഒരു ഡയറക്ഷനും ഇല്ലാതെ തരും. ഇതായിരിക്കും 3 ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയാലും ഇത് into the plane ആണോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാകാം. അതാണ് അവിടെ. ഐശ്വര്യ ജി, സഞ്ജന എസ് കുമാർ, ക്ലിയർ ആണ് സർ. യെസ്. ശ്രീലക്ഷ്മി, ലക്ഷ്മി ഉറക്കം എഴുന്നേറ്റ് വരൂ. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. വിഷ്ണു, വിഷ്ണു സാറേ ഞാൻ സൈഡ് സ്റ്റാഫ്. ഓക്കെ 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 സോറി 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 സോറി. അപ്പോ നമുക്ക് ഇനി അടുത്തതാണോ നെക്സ്റ്റ് പ്രോബ്ലം. ഇത് ഇതുപോലെ അല്ല, ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ്. നമ്മുടെ ആൻസർ മറ്റേ നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്തിൽ വരുന്ന സാധനമാണ്, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നോക്കിയോ, ഇതാ ഇവിടെ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്, കറണ്ട് ഒഴുകുന്നത് എങ്ങനെയാണ്. ഇതാ ഇവിടുന്ന് ഒഴുകിയിട്ട് മക്കളെ ഇത് ശ്രദ്ധിച്ചോണേ. ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങ് ഒഴുകും. ഇതുകൊണ്ട് ഇങ്ങനെ കയറി അങ്ങ് ഒഴുകും. കണ്ടോ, ഇതുകൊണ്ട് ഇങ്ങനെ ഒഴുകി. കാരണം ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും നമ്മളെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒഴുകും. ഓക്കെ, ഇങ്ങനെ ഒഴുകി കഴിയുമ്പോൾ ഇതാ നമുക്ക് 2 മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉള്ളത്. 2 മെറ്റീരിയൽസ്. ഒന്ന് എ, ഞാൻ ഈ പോയിന്റ് ബി എന്ന് കൊടുക്കുന്നു, ഈ പോയിന്റ് സി എന്ന് കൊടുക്കുന്നു. ഇത് വേണ്ട, ഇത് സി എന്ന് കൊടുക്കുന്നു, ഇതിന് ഡി എന്ന് കൊടുക്കുന്നു, എ സി ഡി. ഇതിന് വീണ്ടും ഇ എന്ന് കൊടുക്കുന്നു, ഇതിന് എഫ് എന്ന് കൊടുക്കുന്നു. ഇത്രയും സാധനങ്ങളാണ്. അപ്പൊ ഒരു ലോങ് സ്ട്രൈറ്റ്, ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കറന്റ് ക്യാരി കണ്ടക്ടർ. ചോദ്യത്തിലൊന്നും പലപ്പോഴും ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് ഒന്നും തരില്ല കേട്ടോ. വെറും ഇങ്ങനെ പടം മാത്രമേ തരുള്ളൂ. അത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കിക്കോണം, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കറന്റ് ക്യാരി കണ്ടക്ടർ ACF. അതാണ് ഒന്നാമത്തെ ACF. രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ദ സർക്കുലർ ലൂപ്പ് ആണ്, അതായത് CDE. ഇതാണ് സർ. ഇത് ഉണ്ണികളെ ഇത് നോക്കിയത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണ്. അതിൽ നിന്നും 2 മീറ്റർ അകലെയുള്ള പോയിന്റ് ആണ് 2 മീറ്റർ. 2 പേർ കറണ്ടാണ് ഒഴുകുന്നതോട് വിചാരിച്ചോളൂ. അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്കറിയാം. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. μ0/4π × 2I/A ആണെന്നുള്ള കാര്യം ഇതിനകത്ത് നമുക്കറിയാം. μ0/4π × 2I/A ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വരുന്നു μ0 ഡിവൈഡഡ് ബൈ 4π × 2I/A. ഇവിടെ ഓൾറെഡി വേണമെങ്കിൽ നമുക്ക് ഓരോന്നിനെ ക്യാൻസൽ ചെയ്യാം. ഇതാ ഇവിടുന്ന് നമുക്ക് ഈ പറയണ വേണ്ട, അതങ്ങനെ തന്നെ കിടന്നുണ്ട്. μ0/4π എന്ന് എഴുതാൻ ഒരു സുഖമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ല വേണ്ട, 2π തന്നെ ആക്കിയേക്കാം. ഇത് 2ഉം ഇതിവിടെ പോയി 2I. ഇതും 2 ആണ്, ഐയും 2 ആണ്, എയും 2 ആണെന്ന് അറിയാം. അതിലൂടെ ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ നമുക്ക് എന്തോ വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ നമ്മുടെ വാല്യൂ 2 അത്രേ ഉള്ളൂ അല്ലെ. μ0 ഡിവൈഡ് ബൈ 2 അല്ല, പൈ ഉണ്ട്. μ0 ഡിവൈഡ് ബൈ 2π. ഇത് എങ്ങോട്ടാണെന്ന് നോക്കുക. കറന്റ് ക്യാരിങ് കണ്ടക്ടർ എടുക്കുന്നു. കറന്റ് ക്യാരിങ് കണ്ടക്ടർ ACF ആണ്. അത് റൈറ്റ് ഹാൻഡിൽ പിടിക്കുന്നു. അതിന്റെ തമ്പ് കാണിക്കേണ്ടത് എഫിലേക്ക് തമ്പ് കാണിക്കണം. ഇതൊക്കെ നിങ്ങൾ എന്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്തോണം. എഫിലേക്ക് തമ്പ് കാണിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് അതിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ്. അതിന്റെ മുകളിലുള്ള പോയിന്റ് നിങ്ങൾ നോക്കുക. മുകളിലുള്ള പോയിന്റിലേക്ക് നോക്കുമ്പോൾ ആ വളഞ്ഞ വിരൽ നിങ്ങളുടെ നേരെയാണ് ഇരിക്കുന്നത്. കറന്റ് ക്യാരിങ് കണ്ടക്ടർ എടുക്കുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കറന്റ് ക്യാരിങ് കണ്ടക്ടർ എടുക്കുന്നു. അതിനെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുന്നു. തമ്പ് എങ്ങോട്ട് പോകണമെന്ന് പിക്ചറിൽ നോക്കുക. തമ്പ് എയിൽ നിന്ന് സിയിൽ നിന്ന് എഫിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, തമ്പ് എഫിലേക്ക് വെച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട മാഗ്നറ്റിക് ഫീൽഡ് ഏത് പോയിന്റിലാണ് നോക്കുക. കണ്ടുപിടിക്കേണ്ട മാഗ്നറ്റിക് ഫീൽഡ് O എന്ന് പറയുന്ന പോയിന്റിലാണ്. ആ പോയിന്റ് സി എന്ന് പറയുന്ന ബിന്ദുവിന്റെ മുകളിലാണ്. O എന്ന് പറയുന്ന പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിന്റെ മുകളിലാണ്. അപ്പൊ മുകളിലത്തെ ഒരു പോയിന്റ് പരിഗണിക്കുക. ആ മുകളിലത്തെ പോയിന്റ് നോക്കുമ്പോൾ ആ വളഞ്ഞിരിക്കുന്ന വിരലൊക്കെ നമ്മുടെ നേരെ ഇരിക്കുന്ന കാണാം. അതായത് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നിന്നും വെളിയിലോട്ടാണ്. അതായത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആകുമ്പോൾ വട്ടമിട്ടിട്ട് കുത്തും. ഓക്കെ, ഇനി അടുത്ത BCD ആണ്. BCD സർക്കുലർ ലൂപ്പ് ആണ്. സർക്കുലർ ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്കറിയാം. μ0 Ni/2A ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിനകത്തിൽ നിന്നും
എന്നിന്റെ വാല്യൂ 1 ആണ്, ഐയുടെ വാല്യൂ 2 ആണ്, എയുടെ വാല്യൂ 2 ആണ്. ആ 2 ഈ 2 ക്യാൻസൽ ആയി പോകും. ഐ എന്ന് പറയുന്ന സാധനവും ഈ ഐയുടെയും വാല്യൂ 2 ആണെന്ന് നമുക്കറിയാം, എയുടെയും വാല്യൂ 2 ആണ്, അത് ക്യാൻസൽ ആയി പോകും. എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഫൈനലി നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് μ0 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 2. ഇത് എങ്ങോട്ടാണെന്നുള്ളതാണ് നോക്കുന്നത്. അത് കുറച്ചു മുമ്പ് ഞാൻ ശ്രീനന്ദയോട് പറഞ്ഞിരുന്നു. കറണ്ട് ഒഴുകുന്നത് ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? നിങ്ങൾക്ക് ഇപ്പൊ കറണ്ട് ഒഴുകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നിങ്ങളുടെ മുമ്പിൽ വെറുതെ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൈ നിങ്ങൾ പിടിച്ചാൽ മതി. അപ്പൊ തള്ളവരൽ അല്ലെങ്കിൽ തമ്പ് നിങ്ങളുടെ മൂക്കിന് നേരെയായിരിക്കും. അപ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്, പേപ്പറിന്റെ പ്ലെയിനിൽ നിന്നും എല്ലാം പേപ്പർ വെച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ബോർഡ് വെച്ചാണ് പറയുന്നത്. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, അല്ലെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഇത് നിങ്ങളുടെ നേരെയാണ് തമ്പിരിക്കുന്നത്. അതായത് പ്ലെയിനിൽ നിന്നും വെളിയിലേക്ക് വന്നിരിക്കുന്നു, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഈ കാര്യം കണ്ടു. ഇനിയിപ്പോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് കൂട്ടിയാൽ മതി. ബി ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് μ0 ഡിവൈഡഡ് ബൈ 2π പ്ലസ് μ0 ഡിവൈഡഡ് ബൈ 2, രണ്ടിനൂടെ കോമൺ ഡയറക്ഷൻ ആണ്. ദാറ്റ് ഈസ് എന്താണ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/π പ്ലസ് 1 ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇത്ര എഴുതിയാണ്. ഇതാണ് ആൻസർ. ശ്രദ്ധിച്ചോളൂ. ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അറിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അല്ലേ വേണ്ട, അടുത്തതൂടെ പറഞ്ഞിട്ട് ആംബിയർ സർക്യൂട്ടിലൂടെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ. അത് ആംബിയർ സർക്യൂട്ടൽ ലോ ആണ്. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് ആംബിയർ സർക്യൂട്ട് ലോ കിടപ്പുണ്ട്. നിങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു ഐ. കണ്ടോ? ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ഇന്റഗ്രൽ നോക്കി, ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ? ഇത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇത് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ കറണ്ട് ഒഴുകിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കറണ്ട് ഈസ് ഇനവിറ്റബിൾ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ചാർജ് ഈസ് ഇനവിറ്റബിൾ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധം ഉണ്ടാകണമെങ്കിൽ കറണ്ട് വേണം. ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് വേണം. ഇത് രണ്ടും സമാനങ്ങളായിട്ടുള്ള ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. മാഗ്നറ്റിസത്തിലെ ആംബിയർ സർക്യൂട്ടഡ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്ലോസ് റിലേഷൻ ആരുമായിട്ടാണ്? നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഗോസസ് തിയറത്തിന് ഈക്വലന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അതിന് സമാനമാണ്, സമാന്തരമാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളുക. ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ദിസ് ഇസ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം. നമ്മൾ തമ്പ് മുകളിലോട്ട് പിടിച്ചു, ഇതാണ് നിങ്ങളുടെ തമ്പ് എന്ന് വിചാരിക്കുക. തമ്പ് നിങ്ങൾ മുകളിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കേൾഡ് ഫിംഗേഴ്സ് ഒക്കെ ആ ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഡയറക്ഷനിലേക്കും കേൾഡ് ഫിംഗേഴ്സ് പോകുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ കേൾഡ് ഫിംഗേഴ്സ് ആണ്. ഓരോ കേൾഡ് ഫിംഗേഴ്സും എന്ന് പറയുന്നത് കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് whenever you are considering each and every curled fingers, ഇതൊക്കെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ദിശയാണെന്ന് നിങ്ങൾ കാണാം. ആ മാഗ്നറ്റിക് ഫീൽഡ് ദിശയ്ക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ടാൻജന്റ് വരച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ദിശ കിട്ടും. ഇത് നോക്കിയേ, ഈ പടം നോക്കി, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ദിശ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ അതിനകത്ത് നിന്നും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയും ഇവിടെ നിങ്ങൾ അറിയേണ്ട അത്യാവശ്യം 2 കാര്യങ്ങളാണ് മക്കളെ. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും. ഇത്രയും സ്ക്രീൻഷോട്ട് എടുത്തോളുക, പെട്ടെന്ന് വേണം. വേഗം വേണം. കഴിഞ്ഞോ? എടുത്തു സർ. അടുത്ത ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും. അത് പഠിക്കാൻ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ ഉള്ളവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം.
ശരിക്കും ശ്രമിച്ചു. എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണണം. ഓൺ ചെയ്തു. വേഗോട്ടെ, സമയം കളയാനില്ല. ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ എൻ്റെ ഒപ്പം വന്നോളൂ. ശ്രദ്ധിക്കുക. വീഡിയോ ഓൺ ചെയ്യാൻ താമസമുള്ളവരെന്ന് വെച്ചാൽ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാതിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരിത്തിരി താമസം വരും. അത് കുഴപ്പമില്ല, സാരമില്ല. നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധിക്കണം. വളരെ ഒരു ധ്യാനാവസ്ഥയിലായിരിക്കണം കാര്യങ്ങളെ കാണുന്നത്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും. നമുക്ക് 2 കൈകളുണ്ട്. ഈ 2 കൈകളും നമുക്ക് ഒരുപോലെയാണ്. നമ്മൾ പല പർപ്പസിന് ഉപയോഗിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 കൈകളും നമുക്ക് ഒരുപോലെയാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് ചിലപ്പം ചോറുണ്ടെന്നുകൊണ്ടൊക്കെ വലത് കൈയോടൊരു ഇഷ്ടം കാണും, മനസ്സിലായോ? പക്ഷെ നമുക്ക് ഇടത് കൈ ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, വലത് കൈ ഇല്ലാതെ പല കാര്യം ചെയ്യാൻ പറ്റില്ല. 2 ഒരുപോലെ. ഞാൻ പറഞ്ഞത് വീഡിയോ ഓൺ ചെയ്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഓൺ ചെയ്തിട്ട് ആരും ഒന്നും പോകാനല്ല പറഞ്ഞത്. കാരണം ഐ വോണ്ട് ടു ഗെറ്റ് യുവർ എക്സ്പ്രഷൻസ്. അതാണ് അതിന്റെ കാരണം. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും ഒരേ സംഗതി തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളുക. ഒരേ സംഗതി തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ റൈറ്റ് ഹാൻഡ് റൂളും പറയുന്നത്. പിന്നെ എന്താണ് വ്യത്യാസം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക. നമ്മളോട് ഒരു കറണ്ട് ഇടാൻ പറയുക അല്ലെങ്കിൽ സ്വിച്ച് ഇടാൻ പറയുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സാധാരണയായിട്ട് എല്ലാവരും വലത് കൈ കൊണ്ടാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചോണം. നമുക്ക് 2 തരം ഉപകരണങ്ങളാണുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച്. ഒന്നാമത്തെ ഉപകരണം എന്ന് പറയുന്നത് ജനറേറ്റർ അഥവാ ഡൈനമോയാണ്. The first apparatus under our consideration is generator or dynamo. അത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കറണ്ടിനെ ഔട്ട്പുട്ടിൽ തരും. കറണ്ടിനെ ഔട്ട്പുട്ടിൽ തരുന്ന എല്ലാ സാധനവും നമ്മൾ വലത് കൈ ഉപയോഗിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് വിചാരിക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കറണ്ടിനെ ഔട്ട്പുട്ടിൽ തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്ന വലത് ഉപയോഗിച്ചാണ്. അതായത് ജനറേറ്ററിന് അഥവാ ഡൈനാമോയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ജനറേറ്ററിന് അഥവാ ഡൈനാമോയ്ക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പൊ ഫോഴ്സ് വരേണ്ടത് ഇപ്പൊ മെസ്സി, ലയണൽ മെസ്സി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡീഗോ മറഡോണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ ഭയങ്കര ഫുട്ബോളേഴ്സാണ്. ഇവന്മാരൊക്കെ ഇടത് കാല് കൊണ്ട് ഭയങ്കരമായി ഫോഴ്സ് പ്രയോഗിക്കാൻ കഴിയുന്നവരാണ്. അപ്പോ ക്രിസ് ഗെയിൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇടത് കയ്യന്മാരാണ്, ഭയങ്കര ശക്തിയായിരിക്കും. അപ്പൊ ഫോഴ്സ് ഔട്ട്പുട്ടിൽ വരണമെങ്കിൽ നമുക്ക് എന്തു വേണം? ലെഫ്റ്റ് ഹാൻഡ് വേണം എന്ന് കരുതുക. അപ്പം മോട്ടറിനെ സംബന്ധിച്ച് നമുക്ക് മോട്ടറിൽ ഫോഴ്സ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, വെള്ളം അടിക്കുന്ന നമ്മുടെ വീട്ടിൽ വാട്ടർ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടർ നിങ്ങൾക്ക് ഫോഴ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് വേണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആർക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം മറക്കരുത്. ആർക്ക് വേണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ഫോഴ്സിന് വേണ്ടിയാണ്. ഫോഴ്സ് ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. കറണ്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ് റൈറ്റ് ഹാൻഡ്. നമുക്ക് 2 കൈയിലും പ്രധാനപ്പെട്ട 3 വിരലുകളാണ്. ഇതിൽ ഏറ്റവും ശക്തി കൂടിയ വിരൽ എന്ന് പറയുന്ന തമ്പാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും ശക്തി കൂടിയ വിരൽ തമ്പാണ്. അപ്പൊ തമ്പ് എപ്പോഴും ഫോഴ്സിനെ അല്ലെങ്കിൽ മോഷനെ സൂചിപ്പിക്കുന്നു. തമ്പ് ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ മോഷനെ സൂചിപ്പിക്കുന്നു. ദാ പോകുന്ന ഒരു കള്ളൻ എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിരൽ ഉപയോഗിച്ചല്ല ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മൾ ഈ വിരൽ ഉപയോഗിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ദിശ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അവനാണ് കള്ളൻ, അവനാണ് മോട്ടിച്ചത്, മനസ്സിലായി പറഞ്ഞു, ആ നല്ല പയ്യൻ നിൽക്കുന്നു എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തമ്പാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ദിശയുള്ള സാധനമാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. അതായത് തമ്പല്ല, മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കാൻ 4 ഫിംഗർ ചൂണ്ടുവിരലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ദിശ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചൂണ്ടുവിരലാണ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൃത്യമായി ദിശയുള്ള ഒരു സാധനമാണ് നമ്മളുടെ ഫോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉള്ള വിരൽ നമ്മൾ ഓൾറെഡി തന്നെ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനിയും ദിശയുള്ള ഒരേ സാധനമേ ഉള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ഉപയോഗിക്കുന്നു? നമ്മുടെ 4 ഫിംഗർ ഉപയോഗിക്കുന്നു. ഇനി ഇത്രയും വിരൽ ഏറ്റവും നീളം കൂടിയ വിരൽ ഇതാ. കറണ്ട് ഒഴുകുകയാണ്. നദി ഒഴുകുക എന്ന് പറയാൻ കാരണം അത് നീളത്തിലായതുകൊണ്ടാണ്, അല്ലെ? ഒരു പരന്ന ഒരു പാത്രത്തിൽ വെള്ളം കിടക്കുകയാണ് നദി നമ്മൾ പറയത്തില്ല. പക്ഷെ പാത്രത്തിൽ നിന്ന് ഒഴുക്കി കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോന്ന് പറയും. ഇതാ വെള്ളം ഒഴുകിപ്പോന്ന് പറയും. എന്താണ് ഒഴുകിപ്പോന്ന് പറയാൻ കാരണം? ദാറ്റ് ഈസ് ഒഴുകിങ് ഇൻ നീളം, ഒരു നീളത്തിലാണ്. അപ്പം ഒഴുകുന്ന സാധനത്തെ, അതായത് ഇലക്ട്രോണിന്റെ ഒഴുക്കിനെ അല്ലെങ്കിൽ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി
നീളം കൂടുതലുള്ള വിരലിനെ, കാരണം ഒഴുക്ക് നീളത്തിലാണ്, അതുകൊണ്ട് നീളം കൂടിയ വിരലിനെ ഉപയോഗിക്കുന്നു. ദിശ, കള്ളന്റെ ദിശ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ കാണിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? നമ്മൾ ഫോർ ഫിംഗർ ഉപയോഗിക്കുന്നു. അടുത്ത ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉള്ള വിരൽ തന്നെ ഫോഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാ രണ്ടുകൂടെ നമ്മൾ 3 വിരലൂടെ നമ്മൾ ഇങ്ങനെ വെച്ചു നോക്കണം. 3 വിരൽ, എന്റെ ഇടത് വിരലും എന്റെ വലത് വിരലും തമ്മിൽ നിങ്ങൾക്ക്, വലത് കൈയും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഒരാളെ ഉദാഹരണമായിട്ട് എടുക്കുന്നു. അപ്പൊ ശ്രീനന്ദ തന്നെ ആട്ടെ, ശ്രീനന്ദയ്ക്കാണല്ലോ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞ് എളുപ്പമുള്ളത്. അതുകൊണ്ട് വേറെ ആർക്കും വിഷമം തോന്നണ്ട. ഇനി ആർക്കെങ്കിലും എന്താണ് പറയുന്നത്, പരീക്ഷണ ഉപകരണമാകണമെങ്കിൽ അല്ലെങ്കിൽ മൃഗമാകണമെങ്കിൽ നിങ്ങളോട് ഞാൻ അഭിപ്രായം ചോദിക്കുകയാണ്. ആർക്കെങ്കിലും ആകണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ശ്രീനന്ദ തന്നെയാണ് ഇന്ന് നമ്മുടെ പരീക്ഷണം ചെയ്യും. മോളെ ഒരു കാര്യം ചെയ്യും, നീ വലത് കൈ ഇങ്ങനെ പിടിച്ചേ, 3 വിരലൂടെ ഇങ്ങനെ പിടിച്ച്, വലത് കൈ, റൈറ്റ് ഹാൻഡ്. എന്നാ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇത് ഏത് കൈയാണെന്ന് തോന്നുന്നു, ഇടത് കൈയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരും പിടിക്കുക, ഓരോരുത്തരും വലത് കൈ പിടിച്ചോളുക, വലത് കൈ പിടിച്ചോളുക, അതായത് റൈറ്റ് ഹാൻഡ് പിടിക്കുക. എല്ലാവരും എടുത്ത് പിടിച്ചോളുക റൈറ്റ് ഹാൻഡ്. ഇവിടുന്ന് പ്രോബ്ലം വരുന്നതാണ്, റൈറ്റ് ഹാൻഡ് പിടിച്ചോളുക. ഓക്കെ, വീഡിയോയിൽ എനിക്ക് 10-20 പേരെ കാണാൻ പറ്റുള്ളൂ, അല്ലെ അടുത്ത പേജിലേക്ക് ഞാൻ മാറണം. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉഴപ്പരുത്. അപ്പൊ റൈറ്റ് ഹാൻഡ് നമ്മൾ പിടിച്ചു. നമ്മൾ ഏത് റൂള് പറയാൻ വേണ്ടിയാണ് റൈറ്റ് ഹാൻഡ് പിടിച്ചത്? മൈക്ക് ഓൺ ചെയ്തോ, ആവശ്യമുള്ള മൈക്ക് ഓൺ ചെയ്തോ, ഒന്നും കുഴപ്പമില്ല. ഏത് ഹാൻഡ് പറയാൻ വേണ്ടിയാണ്, ഏത് റൂള് പറയാൻ വേണ്ടിയാണ് പിടിച്ചത്? ലെഫ്റ്റ് ഹാൻഡ് റൂളോ റൈറ്റ് ഹാൻഡ് റൂളോ? റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് റൂളിൽ എന്താണ് ഔട്ട്പുട്ട്? റൈറ്റ് ഹാൻഡ് റൂളിൽ എന്താണ് ഔട്ട്പുട്ട്? കറണ്ട് ആണ് ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞു കറണ്ട് ഇടാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. ഫോഴ്സിന് വേണ്ടി നമ്മൾ ക്രിസ് ഗെയിലിനെ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. അപ്പൊ കറണ്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നത്. കറണ്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഡൈനമോ അഥവാ ജനറേറ്റർ. ഇതാണല്ലോ. അപ്പൊ നമുക്ക് ഡൈനമയ്ക്ക് വേണ്ടിയോ ജനറേറ്ററിന് വേണ്ടിയോ ആണ് നമ്മൾ ഏത് ഹാൻഡ് ഉപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നത്. സംശയമില്ലല്ലോ കാര്യത്തിൽ. ഇവിടുത്തെ ഔട്ട്പുട്ട് ആരാ? ഒന്നുകൂടെ പറഞ്ഞു, ഇവിടുത്തെ ഔട്ട്പുട്ട് ആരാ? പറഞ്ഞു, കറണ്ട് ആണ് ഔട്ട്പുട്ട്. സംശയമില്ലല്ലോ. കറണ്ടിന്റെ വിരൽ ഏതാ? കറണ്ടിന്റെ വിരൽ ഏതാ? ഇതാണല്ലോ കറണ്ടിന്റെ വിരൽ, നീളം കൂടിയ വിരൽ അതാണല്ലോ. അതിനെ അങ്ങോട്ട് പ്രിസർവ് ചെയ്യുക, അതായത് അതിനെ ഇനി അവസാനമേ പറയാവൂ. അതിനെ തപ്പിപ്പിടിക്കുക. ഇതാ അതിനെ നമ്മൾ പൊത്തിപ്പിടിച്ചു. അപ്പൊ ഇത്ര നേരം വന്ന നാൾ വഴികൾ ആലോചിച്ച് നോക്കി. റൈറ്റ് ഹാൻഡ് എടുത്തു. അപ്പൊ ആലോചിക്കണം, റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് കറണ്ടിന് വേണ്ടിയുള്ള റൂളാണ്. കറണ്ടിന് വേണ്ടിയുള്ള റൂള് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ജനറേറ്ററിന് വേണ്ടി, അതേ ഡൈനമിക്ക് വേണ്ടിയുള്ള റൂളാണ്. അവിടുത്തെ ഔട്ട്പുട്ട് കറണ്ടാണ്. കറണ്ടിനെ തപ്പിപ്പിടിച്ചു. ഇനി ഇവർ തമ്മിൽ കണ്ടീഷൻ പറഞ്ഞാൽ മതി. ഇതാരെ സൂചിപ്പിക്കുന്നു? ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു. ഇതാരെ സൂചിപ്പിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. നമുക്ക് പറയാം, റൈറ്റ്, മലയാളത്തിലേ പറയത്തുള്ളൂ. റൈറ്റ് ഹാൻഡിന്റെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും പരസ്പരം ലംബങ്ങളായി വെക്കുക, പെർപെൻഡിക്കുലറായി വെക്കുക. ഇതിനെ പൊത്തിപ്പിടിച്ചു. തമ്പ് ഫോഴ്സിനെയും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ മിഡിൽ ഫിംഗർ എന്തിനെ സൂചിപ്പിക്കും? കറണ്ടിനെ സൂചിപ്പിക്കും. കണ്ടോ കണ്ടോ തമ്പ് ഫോഴ്സിനെയും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നെങ്കിൽ എന്താണ് മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കും? എന്തിനെ സൂചിപ്പിക്കും? കറണ്ടിന്റെ ദിശയെ സൂചിപ്പിക്കും. ഓക്കെ, അടുത്ത കൈ എടുത്തേ. ലെഫ്റ്റ് ഹാൻഡ്. ഇത് എന്ത് ഔട്ട്പുട്ട് കിട്ടേണ്ട റൂളാണ്? ഇത് എന്ത് ഔട്ട്പുട്ട് കിട്ടേണ്ടതാണ്? ലെഫ്റ്റ് ഹാൻഡ് ഫോഴ്സ് ഔട്ട്പുട്ട് കിട്ടേണ്ട സാധനമാണ് ലെഫ്റ്റ് ഹാൻഡ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഫോഴ്സ് കിട്ടുന്ന ഉപകരണം ഏതാ? മോട്ടർ. അപ്പൊ മോട്ടറിന് വേണ്ടിയുള്ള റൂളാണ് ഏത് റൂൾ എന്ന് പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡ്. ഫോഴ്സിന്റെ വിരൽ ഏതാ ഇതിനകത്ത്? ഫോഴ്സിന്റെ വിരൽ ഏതാ? തമ്പാണ്. സംശയമില്ലല്ലോ. അത് അമർത്തിപ്പിടിക്കുക, പൊത്തിപ്പിടിക്കുക. ഇത് അവസാനം ഇനിയും പറയാവൂ. പറ. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ഈ വിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ വിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ടിനെ സൂചിപ്പിക്കുന്നു. പറയാമല്ലോ. എന്തെടുക്കുക? ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലറായി വെക്കുക. അപ്പോൾ ഇത് അവസാനം പറയാവൂ. ഫോർ ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നെങ്കിൽ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ സൂചിപ്പിക്കുന്നെങ്കിൽ ഇത് പറ. മിഡിൽ ഫിംഗർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മോഷൻ ഓഫ് ദ ചാർജ് അല്ലെ കറണ്ടിനെ സൂചിപ്പിക്കുന്നെങ്കിൽ പറ. തമ്പ് എന്തിനെ സൂചിപ്പിക്കും? അതിലുണ്ടാകുന്ന ഫോഴ്സിന്റെ ദിശയെ സൂചിപ്പിക്കും. മനസ്സിലായോ? തമ്മിൽ ഇനി കൺഫ്യൂഷൻ ആകത്തില്ലല്ലോ.
കൺഫ്യൂഷൻ ആകത്തില്ലല്ലോ. റൈറ്റ് ഹാൻഡ് പറയുമ്പോൾ ആരെ പൊത്തിപ്പിടിക്കണം? റൈറ്റ് ഹാൻഡ് പറയുമ്പോൾ ആരെ പൊത്തിപ്പിടിക്കണം? കറണ്ട് കറണ്ട്. ഏത് വിരല്? മിഡിൽ ഫിംഗർ. മിഡിൽ ഫിംഗർ. ലെഫ്റ്റ് ഹാൻഡ് പറയുമ്പോൾ ആരെ തപ്പി പിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് ഫോഴ്സ് ആണ് ഔട്ട്പുട്ട്, അതിനെ തപ്പി പിടിക്കണം. മനസ്സിലായല്ലോ കാര്യം? രണ്ട് റൂളും തമ്മിൽ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ, ഇനി കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലല്ലോ. നമുക്ക് പല പ്രോബ്ലത്തിനും ആവശ്യമായി വരുന്നതാണ്. ഇനിയും നമ്മൾ അടുത്തതായിട്ട് അതിനകത്തിൽ നിന്നും പ്രധാനമായി നോക്കേണ്ട സാധനമാണ് ദാറ്റ് ഈസ് പിന്നെ ആംപിയർ സർക്യൂട്ടഡ് ലോയുടെ ആപ്ലിക്കേഷൻസ് 2-3 ഫസ്റ്റ് ഫിഗർ നോക്കിയേ. ഈ ഫസ്റ്റ് ഫിഗർ ആക്ച്വലി നമുക്ക് ഒരു എ പാർട്ട് ചോദ്യത്തിന് വേണ്ടി മാത്രമാണ് ആവശ്യം. കറണ്ട് ഒഴുകുന്നത് കണ്ടല്ലോ, ഒരു കണ്ടക്ടറിനകത്ത് കറണ്ട് ഒഴുകുന്നത് കണ്ടല്ലോ, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ നിങ്ങൾക്ക് കാണാം. കേട്ടോ, ഇങ്ങനെ ഈ ഒരെണ്ണം മാത്രമല്ല, ഇഷ്ടം പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതാണ് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതേ കണ്ടക്ടർ തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നു. ആ പച്ച നിറത്തിൽ കാണപ്പെടുന്നതാണ് കണ്ടക്ടർ. ആ കണ്ടക്ടർ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. എക്സ്റ്റേണൽ സൈഡിലുള്ള ഒരു പോയിന്റ് ആണ് ഇത്. അത് നിങ്ങൾ പി ആണെന്ന് വിചാരിക്കുക. കേട്ടോ, പി ആണെന്ന് വിചാരിക്കുക. പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വളരെ ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ. എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ടുള്ള പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ദാറ്റ് ഈസ് ബി അറ്റ് പി, ബി അറ്റ് പി എന്ന് പറയുന്നത്, പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് കിട്ടുന്നത് μ0/4π into 2I divided by R. നിങ്ങൾ വിചാരിക്കുക എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കും. വേണ്ട, μ0/2π into I/R എന്ന് എഴുതിക്കോ. ഇതാണ് ഇതിന്റെ വാല്യൂ. രണ്ടാമതായിട്ട് സർഫസിൽ വരുമ്പോൾ, ബി സർഫസ് വരുമ്പോൾ μ0/4π into 2I divided by ക്യാപിറ്റൽ ആർ. കാരണം ഇവിടേക്കുള്ള ദൂരം സ്മോൾ ആർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ ദൂരം വെളിയിലോട്ടുള്ള ദൂരം സ്മോൾ ആർ ആണെന്നുള്ള കാര്യം അറിയാം. സർഫസിലേക്കുള്ള ദൂരം ക്യാപിറ്റൽ ആർ ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. ഇനി ഉൾഭാഗത്തേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അത് നിങ്ങൾ ഇത്തിരി ആലോചിക്കേണ്ട മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ഉൾഭാഗത്തുള്ളത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, അതിന് സമാനമായ സാധനമാണ്. ദാറ്റ് ഈസ് ബി ഇൻസൈഡ് is equal to μ0 divided by 4π into 2I divided by R square into R. ഇത് ഒരു കാരണവശാലും നോക്കാതെ പോകരുത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിന് അകത്തിലുള്ള ചോദ്യമാണ്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബോഡിയിലല്ല അത് കാണപ്പെടുന്നത്, പ്രോബ്ലം പാർട്ടിൽ കാണപ്പെടുന്ന സാധനമാണ്. ശരിക്കും നോക്കിയോളുക, ഇതൊരു കൺസെപ്റ്റ് ആണ്. എക്സ്റ്റേണൽ സൈഡിലുള്ള, അതായത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ വെളിഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R ആണ്. അതായത് ഡിസ്റ്റൻസ് കൂടും തോറും നമ്മൾക്ക് കാണാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറയുന്നു. അതേ സമയത്ത് സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താ നിങ്ങൾക്കറിയാം, μ0/4πയുടെ വില കോൺസ്റ്റന്റ് ആണ്, 2ന്റെ വില കോൺസ്റ്റന്റ് ആണ്, ഒഴുകുന്ന കറണ്ടിന്റെ വില കോൺസ്റ്റന്റ് ആണ്, 6 റേഡിയസ് ആണ്, അതും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സർഫസിൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി അകത്ത് നോക്കുക. ഈ അകത്തെ ദൂരവും നമ്മൾ R എന്ന് തന്നെയാണ് എടുത്തത്. ഇത് അകത്തെ ഒരു പോയിന്റ് ആണെന്ന് കരുതുക. സപ്പോസ് ഇത് ഉൾഭാഗത്തുള്ള ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ആ ദൂരവും R തന്നെയാണ്. ആ R എടുക്കുന്നത് സെന്ററിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നോക്കണം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു R ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇത് നോക്കിയ മക്കളെ, ഇത് പ്രൊപ്പോർഷണൽ ടു R ആണ്. അത് നമുക്ക് കാണാം. ഇതുപോലെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും പറഞ്ഞിരുന്നു, അത് മറന്നു പോകണ്ട. ഒരു സെക്കൻഡ് മക്കളെ, ഞാൻ ചാർജ് ഒന്ന് കുത്തിക്കോട്ടെ ലാപ്പിൽ.
അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിൽ നമ്മൾ ഇതേ കാര്യം തന്നെ ഇവിടെ R² ആയിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വരുമ്പോൾ ഓളോ അല്ല സോളിഡ് സ്ഫിയർ പരിഗണിച്ചപ്പോൾ ദാറ്റ് ഈസ് ആദ്യത്തേത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെളിയിലാവുമ്പോൾ പ്രൊപ്പോർഷണൽ ടു 1/R² ആണ്. സർഫസിലാവുമ്പോൾ E ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അടുത്ത ഈ പ്രൊപ്പോർഷണൽ ടു R ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വരച്ചതാണ്. അപ്പൊ ഇത് ഒരു കാരണവശാലും മറന്നു പോകരുത്. ഒരു തിക്ക് കണ്ടക്ടർ ആണ്. തിക്ക് കണ്ടക്ടറിന്റെ വെളിഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇത് ഔട്ട്സൈഡ് ആണ്, മറക്കരുത്. ഇത് ഔട്ട്സൈഡ് ആണ്, ഇത് സർഫസ് ആണ്, ഇത് ഇൻസൈഡ് ആണ്. 3 ഇക്വേഷൻ ഓർത്തോണം. അപ്പോൾ ഇതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ സ്വാഭാവികമായിട്ടും വരച്ചാൽ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ആ ഗ്രാഫ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒരു കാര്യയുടെ മക്കളെ, അപ്പൊ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ഏറ്റവും സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഏറ്റവും സെന്റർ ഭാഗം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസ് R0 ആണ്. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആവും. അപ്പൊ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇത് ഡിസ്റ്റൻസ്. ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു, ഇത് ഇൻസൈഡ് പോർഷൻ ആണ്. ഇവിടെ വെച്ച് ഇത് മാക്സിമം ആവും, മാക്സിമം ആവും. ഇവിടെ നിന്ന് നെഗറ്റീവ്സ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? B പ്രൊപ്പോർഷണൽ ടു R. ഇതെന്തോ സൂചിപ്പിക്കുന്നു? B ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതെന്തോ സൂചിപ്പിക്കുന്നു? B പ്രൊപ്പോർഷണൽ ടു 1/R. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഓർത്ത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി സോളിനോയിഡ് ആണ്. സോളിനോയിഡ് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് സോളിനോയിഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റിയത് സോളിനോയിഡ് ആണെന്നുള്ള കാര്യം. സോളിനോയിഡിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, സോളിനോയിഡിന്റെ B ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി സെന്റർ പോർഷനിലെ, സെന്റർ പോർഷൻ ഒക്കെ ഇവിടെ കൃത്യമായി വരച്ചിട്ടുണ്ട്. ഈ സെന്റർ പോർഷനിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് μ0 Ni ആണ്. വാക്വം ആവുമ്പോൾ μ0 Ni. ഇതിനിടയ്ക്ക് ഏതെങ്കിലും മീഡിയം ആണെങ്കിൽ μNi ആവും. എന്നാൽ 1 എൻഡ് ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി μ0 Ni ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ നിങ്ങൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് ആണ്. അതായത് യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് ഇവിടെ N. പക്ഷെ മക്കളെ, ഇത് നോക്കിയേ, ഇവിടുത്തെ N അതല്ല, ഇത് ടോട്ടൽ. കണ്ടോ, N is equal, ഞാനത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, N is equal to ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. അത് സോളിനോയിഡ് വരുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതായത് സർക്കുലർ ലൂപ്പിലെ μ0 Ni ബൈ 2a N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. പക്ഷേ ഇവിടുത്തെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. മറന്നു പോകരുത്. നോക്ക്, പക്ഷെ അതിന്റെ സൈഡിൽ വരുമ്പോൾ രണ്ട് സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് μ0 Ni ബൈ 2 ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾ വെറുതെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ചുമ്മാ നിങ്ങൾ ഇതിന്റെ ഒരു ഗ്രാഫ് വരച്ചു. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എ സോളിനോയിഡ് നിങ്ങൾ വെറുതെ വരച്ചു കഴിഞ്ഞാൽ, ചുമ്മാ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്രാഫ്. എക്സും വൈയും എന്ന് വിചാരിക്കും. നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ നോക്കിയേ, ഇത് എക്സ് ആക്സിസ് ആണ്, ഡിസ്റ്റൻസ് ആണ്. ഇങ്ങോട്ട് എക്സ്, ഇങ്ങോട്ട് എക്സ്, ഡിസ്റ്റൻസ്. നടുഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും, മനസ്സിലാക്കി. എന്നാൽ അതിന്റെ നേരെ പകുതിയെ കാണത്തുള്ളൂ ഈ എൻഡിൽ. ഇവിടെ ആവുമ്പോൾ അതിന്റെ നേരെ പകുതി കാണും, ഇവിടെ ആവുമ്പോൾ നേരെ പകുതി കാണും. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ. കാരണം ഇവിടെയുള്ള ഇന്റൻസിറ്റിയും ഇവിടെയുള്ള ഇന്റൻസിറ്റി, ഇവിടെയുള്ള ഇന്റൻസിറ്റി, ഇവിടെയുള്ള ഇന്റൻസിറ്റി, ഇവിടെയുള്ളത് എല്ലാം തുല്യമായിരിക്കും. ഇങ്ങനെ അറ്റത്ത് വരുമ്പോൾ മാത്രമേ അത് പകുതിയാവത്തുള്ളൂ. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ഗ്രാഫ് വന്നത്. അപ്പൊ അങ്ങനെയും കൂടെ ഒരു ഗ്രാഫ് അതിനകത്ത് പോസിബിൾ ആണ്. ഇനി നമുക്ക് അടുത്തായിട്ടുള്ള ടോറോയിഡ് ആണ്. ടോറോയിഡ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. മക്കളെ, ടോറോയിഡിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഈ 3 പോയിന്റുകൾ വളരെ കാര്യമായിട്ട് ആലോചിക്കണം. നമുക്ക് പണി, നമ്മൾ ചോദിച്ചു വാങ്ങിക്കുന്ന 3 സാധനങ്ങളാണ്. ഇതൊരു പോയിന്റ് ആണ്, നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇത് അടുത്ത പോയിന്റ്, ഇതടുത്ത പോയിന്റ് ആണ്. ഇവിടെ വന്നോട്ടെ. അപ്പൊ ഞാൻ 3 പോയിന്റുകൾ കാണിക്കുകയാണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ആ പോയിന്റ് ഒന്ന് ഇത്, അടുത്തത് ഇത്, അടുത്തത് ഇത്. എക്സ് വേണ്ട, ഒന്നും വേണ്ട, ഈ 3 പോയിന്റ് അതിന് പേരിട്ടേക്കാം. നമുക്ക് ഇവിടെ ABC ഒക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. XYZ ആയി, XYZ. ഈ 3 പോയിന്റിൽ
വൈ എന്ന് പറയുന്ന ഏരിയ, അതായത് നമ്മുടെ ഈ സൈക്കിളിന്റെ ട്യൂബ് പോലെ അല്ലെങ്കിൽ കാറിന്റെ ട്യൂബ് പോലെ കിടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ ചാര കളറിൽ, അവിടെ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ളൂ, ബി ഉള്ളൂ. അല്ലാതെ ഇതിന്റെ ഉൾഭാഗത്തുള്ള മഞ്ഞ ഏരിയയിലോ ഇതിന്റെ പുറം ഭാഗത്ത് കണ്ട ചെസ് ബോർഡ് പോലെ കിടക്കുന്ന ഏരിയയിലോ ഒന്നും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇല്ല. ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? യഥാർത്ഥ സോളിനോയിഡ് പോർഷനിൽ മാത്രമേ ഉള്ളൂ. ആ സോളിനോയിഡ് പോർഷന്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ ബി ഈസ് ഈക്വൽ ടു μ0 ni ആണ്. ആ n എന്ന് പറയുന്നത്, ഈ n എന്താന്ന് മനസ്സിലാക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ടെൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത് നോക്കി ഇവിടുന്ന് തുടങ്ങിയാൽ ഇവിടെ വരെ വരണം. അപ്പോൾ ടോട്ടൽ ലെങ്ത് 2πr ആണ്. മനസ്സിലാക്കണം, 2πr ആണ്. ആ r എന്താണെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. r എന്ന് പറയുന്നത് സോളിനോയിഡിന്റെ സെന്റർ മുതൽ ഈ ട്യൂബ് പോലിരിക്കുന്ന സുനായുടെ സെന്റർ വരെയുള്ള ദൂരമാണ് r. ചിലപ്പോൾ നമുക്ക് തരുന്നത് ഇതിന്റെ ഇന്നർ റേഡിയസും തരും. നോക്കിയേ, ഇന്നർ റേഡിയസ് a ആണ്, ഔട്ടർ റേഡിയസ് b ആണ്. ഇത് രണ്ടുമേ തരുള്ളൂ. അപ്പൊ നമ്മൾ എന്തെടുക്കണം? ഇത് 10 സെന്റിമീറ്ററും ഇത് 6 സെന്റിമീറ്ററും ആണെങ്കിൽ നോക്കിയേ, ഇത് 10 സെന്റിമീറ്ററും ഇത് 6 സെന്റിമീറ്ററും ആണെങ്കിൽ ഇത് 8 സെന്റിമീറ്റർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടിയത്? 10 + 6 ഡിവൈഡഡ് ബൈ 2, അതായത് 16 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 8. അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് വരുള്ളൂ. ഈ 6 എന്ന് പറയുന്നത് അതിന്റെ മിഡിലുള്ള സാധനമാണെന്നുള്ള കാര്യം ഓർത്തോണം, മറന്നു പോകരുത്. അപ്പൊ ഇത്രയാണ് സോളിനോയിഡിനെ കുറിച്ച്. അപ്പൊ ടോറോയിഡ് കഴിഞ്ഞു, സോളിനോയിഡ് കഴിഞ്ഞു. സ്ക്രീൻഷോട്ട് എടുത്തോളൂ, പെട്ടെന്ന് വേണം. കഴിഞ്ഞോ? എടുത്തു സർ. അടുത്തേക്ക്. നിങ്ങളുടെ വീട്ടിലെ തലങ്ങണി. അപ്പോ അടുത്തതിലേക്ക്. അടുത്ത നമ്മുടെ സംഗതി ദാറ്റ് ഈസ് ലോറൻസ് ഫോഴ്സ് ആണ്. വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, ലോറൻസ് ഫോഴ്സ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ ചുമ്മാ കുറെ കാര്യങ്ങൾ F = Q × V × B എന്നൊക്കെ കാണാതെ ഒരു കഥയില്ലാത്ത സംഗതിയാണ്. ശരിക്കും മനസ്സിലാക്കണം കാര്യം. ലോറൻസ് ഫോഴ്സ്, നമുക്ക് ഒരു മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ. ഇത് ഒരു പ്രതലത്തിൽ ഇരുന്ന് പറഞ്ഞ ഒരു ഫോഴ്സും എങ്ങും ഉണ്ടാകാൻ പോകുന്നില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യം. നോ ഫോഴ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് എനിവെയർ ഇഫ് എ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് ഓവർ ഹിയർ. ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചാൽ ഒരു കുന്തം ഉണ്ടാവൂല എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ഫോഴ്സ് ഉണ്ടാകണമെങ്കിൽ മറ്റൊരു മാഗ്നറ്റ് ഇവിടെ വരണം. ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോഴ്സ് ഉണ്ടാവൂ. അട്രാക്റ്റീവ് ആയിരിക്കാം, റിപ്പൾസീവ് ആയിരിക്കാം, ദാറ്റ് ഡസന്റ് മാറ്റർ, നമ്മളുടെ വിഷയമേ അല്ല. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചോണേ കുഞ്ഞുങ്ങളെ, വളരെ ശ്രദ്ധിച്ചോണം. അപ്പൊ നമ്മൾ ഇവിടെ ഫോഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു. ഇതാ ഈ പടത്തിലേക്ക് നോക്കുക. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്റെ അടുത്ത ചോദ്യം ആ പടത്തിൽ ഫാത്തിമ നസീറിനോടാണ്. ഫാത്തിമ നസീറെ, അതിനകത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് മോളെ? പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയണം. ആ പിക്ചറിൽ കാണപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? പഴങ്കഞ്ഞി പിടിക്കാൻ വല്ലതും പോയേക്കോന്നോ രാവിലെ? ഒരു രക്ഷയില്ല. എങ്ങോട്ടാ മാഗ്നറ്റിക് ഫീൽഡ്? മഞ്ജു കൃഷ്ണ, മഞ്ജു കൃഷ്ണ, മഞ്ജു കൃഷ്ണ കേൾക്കുന്നില്ലേ? സഞ്ജന എസ് കുമാർ, സഞ്ജന എസ് കുമാർ, റിയ റനി, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാവും? ഞാൻ ആ പടത്തില് into the plane. That's the answer. No. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് into the plane ആണ്.
പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ ആൾക്കാർ, ഞാൻ ഈ പേര് വിളിച്ച ആൾക്കാരുടെ യാതൊരു റെസ്പോൺസും ഇല്ല. അവരുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചേക്കണേ. യെസ് നോ? അപ്പോ നോട്ട് ചെയ്തിട്ടുണ്ട് സാർ, നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 യെസ് നോ? അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റു ദ പ്ലെയിൻ ആണെന്ന് കാണാം. അപ്പൊ മക്കളെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഫസ്റ്റ്. കണ്ടോ? ഇനി രണ്ട് നിങ്ങൾ നോക്കുക. ഇവിടെ ചുമന്ന നിറത്തിൽ ഒരു ഇലക്ട്രോണിനെ അല്ലെ എന്തെങ്കിലും ഒരു ചാർജിനെ വരച്ചിട്ടുണ്ട്. ചാർജ് മൂവ് ചെയ്യുകയാണ്. ചാർജ് മൂവ് ചെയ്താൽ ചാർജിനോടൊപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പം മൂവ് ചെയ്യുന്ന ചാർജിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് 2 എന്ന് വിളിക്കാം. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ആയല്ലോ. 2 മാഗ്നറ്റിക് ഫീൽഡ് ഒരേ പ്രതലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ 2 മാഗ്നറ്റ് വെക്കുന്നതിന് പകരം ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയും അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. എങ്ങനെ അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിച്ചുകൊണ്ടാണ്. ആദ്യത്തെ 5 ചാപ്റ്ററുകൾ മുഴുവൻ കൺസെപ്റ്റാ. പിന്നെ എളുപ്പമാ, ഒരു കാര്യമില്ല. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയാലേ ബാക്കിയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി നമ്മൾ സമയം കളയുന്നത്. അപ്പോൾ 2 മാഗ്നറ്റിക് ഫീൽഡായി, ഇതിൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ ഫോഴ്സ് പറയാൻ വേണ്ടിയുള്ള, ഈ ഫോഴ്സിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞ മനുഷ്യൻ ലോറൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. മനസ്സിലായി? അതുകൊണ്ട് ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ലോറൻസിന്റെ ഇലക്ട്രിക് ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം. ആരും അറിയാതെ, നമ്മൾ പറഞ്ഞില്ലേ കോവിഡ് ഒക്കെ അറിയാതെ വന്നു പോയി എന്ന് പറയുന്ന പോലെ, ലോറൻസിന്റെ ഇലക്ട്രിക് ഫോഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ അതായിരുന്നു പഠിച്ചതെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഒരു ഇലക്ട്രിക് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ്. പഠിച്ചാണല്ലോ ഇത്. ഇ ഇൻറ്റു ഇ എന്നുള്ളതിന് പകരം ക്യൂ ഇൻറ്റു ഇ എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഇതാണ് ലോറൻസിന്റെ ഇലക്ട്രിക് ഫോഴ്സ്. അപ്പൊ എന്താ ലോറൻസിന്റെ ഇലക്ട്രിക് ഫോഴ്സ് കണ്ടല്ലോ. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആൻ ഇലക്ട്രിക് ചാർജ് വൈൽ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ലോറൻസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ പഠിക്കണം. ആ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇതാണ് സാധനം. ഇവിടെ ക്രോസും ഡോട്ടും ഒന്നും ഇല്ല, കാരണം ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി. ഇവിടെ ക്രോസ് വരാൻ കാരണം എന്ന് പറയുന്നത് ഇതൊരു വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മൂവ് ചെയ്യുകയാണെങ്കിൽ വി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. എവിടെ? മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പൊ ബിയും വിയും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അവരുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫോഴ്സും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ക്രോസ് പറഞ്ഞേ പറ്റുള്ളൂ. ആ 2 വെക്റ്റർ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള പ്രോഡക്റ്റ് മറ്റൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും കാര്യം കണ്ടു. അപ്പൊ ഇത് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ്, രണ്ടാമത്തെ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ലോറൻസ് ഫോഴ്സ് രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ എൻട്രൻസ് പരീക്ഷയ്ക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. അപ്പൊ ടോട്ടൽ ലോറൻസ് ഫോഴ്സ് എത്രയാണെന്നുള്ള കാര്യം ആലോചിക്കുക. ടോട്ടൽ ലോറൻസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. That is equal to Q into E plus V cross B. That is Lorentz force. അപ്പൊ എന്താണ് ലോറൻസ് ഫോഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു. അപ്പൊ ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് ചോദിച്ചാൽ അറിയാം, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ചോദിച്ചാൽ എഴുതാം. വെറും ലോറൻസ് ഫോഴ്സ് ചോദിച്ചാൽ നിങ്ങളുടെ പരീക്ഷ NCERT ഇതായിട്ട് ഇത് എഴുതിയാൽ മതി. ടോട്ടൽ ലോറൻസ് ഫോഴ്സ് എന്ന് എവിടെങ്കിലും ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതാൻ പാടുള്ളൂ. ടോട്ടൽ ലോറൻസ് ഫോഴ്സ് മറന്നു പോകരുത്. ടോട്ടൽ ലോറൻസ് ഫോഴ്സ്. ഇനിയും ഇതിന്റെ പരിപാടികളാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും തിരിച്ച് വീഡിയോയിലേക്ക് വരിക. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എല്ലാവരും അത് ഓൺ ചെയ്യുക. ശരിക്കും നോക്കാം. ഇത് വൈ ആക്സിസിൽ ഇരിക്കുകയാണ്. ഈ സാധനം വൈ ആക്സിൽ ഇരിക്കുകയാണ്. ഒരു പ്രതലം കൂടെ കാണിക്കും. ഇതൊരു പ്രതലമാണ്. ഈ പ്രതലത്തിൽ ഇത് ഇസഡ് ആക്സിസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കൃത്യമായിട്ട് ഇല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ശരിക്കും വിചാരിക്കണം ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കണം. എനിക്ക് 1 or 2 കയ്യേ ഉള്ളൂ എന്നുള്ളതൊരു വലിയ 2 കയ്യേ ഉള്ളൂ എന്നുള്ളതൊരു വലിയ ഒരു പോരാഴികയാണ് എന്നെ സംബന്ധിച്ച്. അത്ര വെച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല.
അപ്പൊ പിന്നെ അതിൽ ഞാൻ ചരിക്കുന്നതിൽ അർത്ഥമില്ല, കുഴപ്പമില്ല. ശരിക്കും മനസ്സിരുത്തി വേണം കാര്യങ്ങളെ കാണാൻ. മാഗ്നറ്റിക് ഫീൽഡാണ് ഇസഡ് ആക്സിൽ ഈ കാണുന്നത്. കാണുന്നുണ്ടല്ലോ മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ആക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു ഇലക്ട്രോൺ ഞാൻ ഇവിടുന്ന് അപ്പൊ ഇത് ഇസഡ് ആക്സിലാണ്. വൈ ആക്സിസിൽ ഞാൻ ഒരു ഇലക്ട്രോണിനെ വിടാൻ പോവാണ്. ഇലക്ട്രോണിനെ ഞാൻ വിടുന്നു. ഇലക്ട്രോണിനെ വിടണമെങ്കിൽ ഒരു പേന വേണം. ഞാൻ ഒരു പേന ഒന്ന് എടുത്തോട്ടെ, ഒറ്റ സെക്കൻഡ്. ഇതാ, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ നേരെ ഇരിക്കുന്ന ആ പേന കാണാൻ പറ്റും ഏകദേശം. കണ്ടല്ലോ, നിങ്ങളുടെ നേരെയാണല്ലോ പേന ഇരിക്കുന്നത്. കാണുന്നില്ല? പേന ഇരിക്കുന്നില്ല, അതിനകത്ത് കുത്തി വെച്ചേക്ക. കാണുന്നുണ്ടല്ലോ ഇല്ലേ? എനിക്ക് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. സൈക്ലോട്രോൺ ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. പഠിക്കേണ്ടത് സൈക്ലോട്രോൺ ആണ്. സൈക്ലോട്രോണിന്റെ പരിപാടി അറിയാമല്ലോ. ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുന്ന സാധനം. ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ വളച്ചിങ്ങി കൊണ്ടുവരണം, ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നേരെ പോകുന്ന ചാർജ് പാർട്ടിക്കിളിൽ ഫോഴ്സ് ഉണ്ടാകണം. ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുന്ന സാധനമാണല്ലോ സൈക്ലോട്രോൺ. അതിനകത്ത് ആർക്ക് യാതൊരു സംശയമില്ലല്ലോ. പറ അല്ലേ? അതല്ലേ സൈക്ലോട്രോൺ എന്ന് പറയുന്ന സാധനം? ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന സാധനമാണല്ലോ. ആക്സിലറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എ വരണോ? അതിൽ എ വന്നാൽ അതിൽ എന്തോ ഉണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. സംശയമില്ലല്ലോ. ബിക്കോസ് ന്യൂട്ടൺ മാമൻ പറഞ്ഞതനുസരിച്ച് F=ma ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോഴ്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ വരണം? ആക്സിലറേഷൻ വരണം. ഇതാണ് നമ്മുടെ തിയറി. അപ്പൊ അടിസ്ഥാനപരമായ സാധനം ഫോഴ്സ് ആണ്. ഫോഴ്സ് വരണമെങ്കിൽ ഏത് ഹാൻഡ് എടുക്കും? ലെഫ്റ്റ് ഹാൻഡ് എടുക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതുപോലെ പേനയോ മറ്റു മുട്ടുസൂചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കോമ്പസോ വല്ലതും ഉണ്ടെങ്കിൽ നേരെ മുകളിലോട്ടാണ് കുത്തി നിർത്തണം നിങ്ങളുടെ ഡെസ്കേലോട്ട്. മനസ്സിലായോ? പിന്നെ ചെയ്താൽ മതി. അപ്പൊ ഇത് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു, ഇസഡ് ആക്സിൽ. ഇത് ഇലക്ട്രോണിന്റെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രോണിന്റെ ഒഴുക്കാണല്ലോ കറണ്ട്. ഇലക്ട്രോണിന്റെ ഒഴുക്കാണല്ലോ കറണ്ട്, അതിനെ സൂചിപ്പിക്കുന്നു. ഇനിയും ഇത് ഏത് ഹാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ നമ്മൾ ചെയ്യുന്നത്? ഫോഴ്സ് വരണമെങ്കിൽ ഇച്ചിരി പാടാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയോണം. മാഗ്നറ്റിക് ഫീൽഡ് വൈ ആക്സിസ്. എന്റെ വിരൽ നോക്കിയോണം. ഈ എല്ലാ വിരലൂടെ വളച്ചു വെക്കാൻ പാടായതുകൊണ്ട് ഈ നീണ്ട വിരലിന്റെ കൂടെ തന്നെ ഞാൻ ഈ 3 വിരലിനെ കൂടെ വെക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ആക്സിൽ. എന്റെ ചൂണ്ടുവിരലിരിക്കുന്ന കണ്ടല്ലോ ഇസഡ് ആക്സിൽ. മക്കളെ, ചൂണ്ടുവിരലിരിക്കുന്ന കണ്ടല്ലോ നിങ്ങൾ? കണ്ടില്ലേ? ഒന്ന് പറ. എന്റെ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ 4 ഫിംഗർ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടില്ലേ? ആ അശോക അതേ ഡയറക്ഷനിൽ ഇസഡ് ആക്സിൽ അല്ലേ ഇരിക്കുന്നത്? അല്ലേ? നിങ്ങൾ ഈ വിരലിരിക്കുന്നത് ഈ അശോക സ്തംഭത്തിന്റെ അതേ ദിശയിലല്ലേ ഇരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിച്ചു. എന്റെ നീണ്ട വിരൽ ഇരിക്കുന്നത് നോക്കിയേ. നീണ്ട വിരൽ, കറണ്ടിന്റെ വിരൽ ഇരിക്കുന്ന പേനയുടെ അതേ ഡയറക്ഷനിലല്ലേ ഇരിക്കുന്നത്? അല്ലേ? ഈ വിരലുകൾ ഇരിക്കുന്നത് പേന ഇരിക്കുന്നത് കാണുന്നില്ലേ? കറുത്ത പേന ഇരിക്കുന്ന അതേ ദിശയിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്? അല്ലേ? എന്റെ തള്ളവിരൽ എങ്ങോട്ടാ മക്കളെ ഇരിക്കുന്നത്? തള്ളവിരൽ ഇരിക്കുന്നത് എങ്ങോട്ടാ? നോക്കിയേ, അശോക സ്തംഭത്തിന് നേരെയല്ലേ ഇരിക്കുന്നത്? ഫോഴ്സ് ഇരിക്കുന്നത് അശോക സ്തംഭം എന്ന് പറയുന്ന സെന്ററിലേക്കല്ലേ ഫോഴ്സ് ഇരിക്കുന്നത്? ആണോ? പിള്ളേരെ വല്ലോ പറഞ്ഞാൽ കമ്പ്യൂട്ടർ അടിച്ചു കൊടുത്തു അല്ലേ? തമ്പി ഇരിക്കുന്നത് നോക്ക്. തമ്പി ഇങ്ങോട്ടല്ലേ ഇരിക്കുന്നത്? ഇതിന് നേരെയല്ലേ ഇരിക്കുന്നത്? ആണല്ലോ. ഇനി നിങ്ങൾ എല്ലാവരും കണ്ണടയ്ക്കുക. കണ്ണടച്ചോ? അടയ്ക്കുക. അടച്ചിട്ട് ഒരു പശുവിനെ മനസ്സിൽ ആലോചിക്കുക. പശുവിനെ നടുക്ക് നമ്മളൊരു കമ്പി കൊണ്ടൊരു കുറ്റി അടിച്ചു. കുറ്റി ഭൂമിയിൽ അടിച്ചു താത്തു. കുറ്റിയുടെ കുറച്ച് ഭാഗം മുകളിലോട്ട് ഇരിപ്പുണ്ട്. ആ കുറ്റി മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഇസഡ് ആക്സിൽ ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുക. ഓക്കെ, അതിലൊരു കയറുണ്ട്. കണ്ണു തുറക്കരുത്. അതിലൊരു കയറുണ്ട്. കയറിന്റെ അറ്റത്ത് ഒരു 2 മീറ്റർ അകലത്തിൽ പശു നിൽക്കുക. പിന്നെന്താ? ഒരു കുറ്റി ഭൂമിയിൽ അടിച്ചു. നമ്മൾ ഒരു വലിയ കമ്പി നമ്മൾ ഭൂമിയിൽ അടിച്ചു. അപ്പൊ കമ്പി ഭൂമിയിൽ ഇരിക്കുന്ന ആലോചിച്ച് നോക്കണം. അത് ഇസഡ് ആക്സിസ് ആണ്. വേണ്ട, ഒരു കമ്പിക്ക് ഒരു തെങ്ങാണെന്ന് വിചാരിക്കുക. കുറച്ചുകൂടെ നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. ഒരു തെങ്ങ് ഭൂമിയിലുണ്ട്. അപ്പൊ തെങ്ങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇസഡ് ആക്സിസ്. പശു കയറെ വലിഞ്ഞു നിൽക്കുകയാണ്. അങ്ങേ അറ്റത്ത് വലിഞ്ഞു നിൽക്കുകയാണ്. മനസ്സിലായി?
അപ്പൊ കയറ് വലിഞ്ഞു നിൽക്കുകയാണ്, പശു അതിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. പശുവിന് എക്സ് ആക്സിൽ നേരെ പോകണമെന്നൊരാഗ്രഹം. പശുവിന് എക്സ് ആക്സിൽ ഇലക്ട്രോൺ പോയതുപോലെ, അല്ലെ ഞാൻ പേന വെച്ചതുപോലെ നേരെ പോകണമെന്ന് ആഗ്രഹം. അങ്ങേ ദൂരത്ത് ആരോ കുറച്ച് പുല്ലും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അത് കണ്ടപ്പോ പശുവിനൊരു ആഗ്രഹം അയാളുടെ അടുത്ത് പോയി കഴിക്കണമെന്ന്. പശു എത്ര പോയാലും നേരെ പോകാൻ പറ്റുമോ? ഇല്ല. എന്തായിരിക്കും സംഭവിക്കുന്നത്? പശു ആ വട്ടത്തിൽ കിടന്ന് കറങ്ങുകയല്ല ചെയ്യത്തുള്ളൂ. ആലോചിച്ച് നോക്കിയേ, തെങ്ങിനെ ചുറ്റി കറങ്ങുകയല്ല ചെയ്യത്തുള്ളൂ. പശു നേരെ പോകാൻ ആഗ്രഹിക്കുകയാണ്. പശുവിന്റെ കഴുത്തെ കയറില്ലായിരുന്നെങ്കിൽ പശുവിന് നേരെ പോകാമായിരുന്നു. പക്ഷെ പശുവിന്റെ കഴുത്തെ കയറ് കിടക്കുന്നിടത്തോളം കാലം പശുവിന് നേരെ പോകാൻ പറ്റുമോ? പശു ഫോഴ്സ് കൊടുക്കും, നേരെ പോകണമെന്ന് പറഞ്ഞ് ഫോഴ്സ് കൊടുക്കും. പക്ഷെ ആ കയറ് പശുവിനെ അവിടെ തന്നെ നിർത്തും. അവസാനം പശു എങ്ങനെ പോകും? സർക്കുലർ പാത്തിലല്ല പശുവിന് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ആലോചിച്ച് നോക്കി, പശു സർക്കുലർ പാത്തിലേ പോവുള്ളൂ. പശു എത്ര ബലം പിടിച്ചെന്ന് പറഞ്ഞാലും സർക്കുലർ പാത്തിലേ പോവുള്ളൂ. 10 പ്രാവശ്യം കറങ്ങി 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 തെങ്ങിന്റെ ചുറ്റി വന്ന് കുരുങ്ങി കിടക്കും. ഇതല്ലേ സംഭവിക്കുന്നത്? അല്ലേ? ഇനി കണോ, പശുവിനെ ആ കയറല്ലേ ഇങ്ങോട്ട് പിടിച്ചത്? പശുവിനെ സെന്ററിലേക്ക് പിടിച്ച ഒരു കയറുണ്ടായിരുന്നല്ലോ, ഇല്ലേ? ആ ഫോഴ്സ് സെന്ററിലേക്ക് വന്നതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഒരു തൂണെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് നേരെ നടക്കാൻ നോക്കി. ഒരു തൂണിൽ പിടിച്ചുകൊണ്ട് നിങ്ങളൊന്ന് നേരെ നടക്കാൻ നോക്കി. നേരെ നടക്കാൻ പറ്റുമോ? നിങ്ങൾ എത്ര ഫോഴ്സ് കൊടുത്താലും നിങ്ങൾ എങ്ങനെ ആയിരിക്കും പോകുന്നത്? പറയത്തില്ല. നിങ്ങൾ തൂണിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ നേരെ നടക്കാൻ നോക്കിയാൽ, നേരെ നടക്കാൻ നോക്കുക, ഞാൻ നേരെ നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയായിരിക്കും പോകുന്നത്? ഒരു ചെറിയ തൂണായിരിക്കണം. നമ്മുടെ GI പൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതൊക്കെ ഇടാൻ വേണ്ടി, നമ്മുടെ ചെറിയ കാർ പോർച്ചൊക്കെ ഇറക്കാൻ വേണ്ടി, വീടിന്റെ മണ്ടയ്ക്ക് സൺഷെയ്ഡ് ഒക്കെ ഇടാൻ വേണ്ടിയുള്ള GI പൈപ്പ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. GI പൈപ്പ് അനങ്ങത്തില്ല, അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ അവിടെ കിടന്ന് കറങ്ങല്ല ചെയ്യത്തുള്ളൂ. പിടിവിടുകയും ചെയ്യരുത്, പിടിവിടരുത്. നിങ്ങൾ ഇങ്ങനെ വട്ടം കിടന്ന് കറങ്ങത്തില്ലേ? ഇല്ലേ? ആ ബലം കൊടുത്തത് ആരാന്ന് കണ്ടോ? തമ്പിന്റെ ഫോഴ്സ് പോയത് കണ്ടായിരുന്നോ എങ്ങോട്ടാണെന്നുള്ള കാര്യം? തമ്പിന്റെ ഫോഴ്സ് പോയത് എങ്ങോട്ടാണെന്നുള്ള കാര്യം കണ്ടായിരുന്നോ? ഞാനത് കാണിച്ചപ്പോ എങ്ങോട്ടാ പോയത്? വൃത്തത്തിന്റെ സെന്ററിലേക്ക്, അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്ററിലേക്ക് ആയിരുന്നല്ലോ തമ്പ് പോയത്, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരുന്നു? ഏത് ആക്സിലായിരുന്നു? ഇനി ആക്സിസ് വെച്ച് പറ. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ആക്സിലായിരുന്നത്? പറഞ്ഞോ, മൈക്കോൺ ചെയ്ത് പറഞ്ഞോ. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ആക്സിലായിരുന്നത്? ഇസഡ് ആക്സിലാണ്, നേരെ മുകളിലോട്ടാണ്. നമ്മുടെ ആർബിട്രറി ആക്സിസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇസഡ് ആക്സിൽ. മറ്റേത് ഇലക്ട്രോൺ പോയത് ഏത് ആക്സിലാണ്? ചുമ്മാ പറഞ്ഞു, ഏതെങ്കിലും ഒരു ആക്സിസ് പറയാം. എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിൽ എന്ന് വിചാരിക്കുക. ഇതിന് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടല്ലായിരുന്നോ ഫോഴ്സ് വന്നത്? അല്ലേ? ഒന്ന് വൃത്ത കേന്ദ്രത്തിൽ കൂടെ മുകളിലോട്ട്, അല്ലെ? ഒരു വളയോ വല്ലതും ഉണ്ടെങ്കിൽ ഇത് ഒരു വളയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതായിരുന്നു, ഇങ്ങോട്ടായിരുന്നു നമ്മളുടെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്. പക്ഷെ ഫോഴ്സ് തമ്പ് ഇങ്ങോട്ടാണ്. അപ്പോൾ വൃത്താകാരമായ പാതയിൽ ഈ സാധനം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കയ്യിൽ ഒരു കയറ് കെട്ടിയിട്ട്, കയറ് പിടിച്ച്, അല്ലെങ്കിൽ സൈഡിൽ ഒരു തൂണെ പിടിച്ചുകൊണ്ട് നേരെ നടക്കാൻ നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ഫോഴ്സ് ആണ് ആര് തന്നത്? നമ്മളുടെ ലോറൻസ് ഫോഴ്സ് തന്നത്. മനസ്സിലായി? ഇനി ഓഫ് ചെയ്തു, വീഡിയോ ഓഫ്. ഇനി ഫിഗറിലേക്ക് നിങ്ങൾ നോക്കും. ഫിഗറിലേക്ക് നോക്കുമ്പോൾ കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇൻടു ദ പ്ലെയിൻ ആണ്, ഇസഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഇൻടു ആയാലും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയാലും ഇസഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിലേക്ക് കണ്ടോ, എക്സ് ആക്സിലേക്ക് ഈ സാധനം മൂവ് ചെയ്യുന്നു. ഇത് എക്സ് ആക്സിസ് ആണെന്ന് വരുന്നത്. എക്സ് ആക്സിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഇത് എക്സ് ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്, ഇത് വൈ ആക്സിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ്, അതാണ് കയർ. ഇത് കയറാണ്. ആ കയർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതിന് നേരെ പോകാൻ പറ്റില്ല, വളഞ്ഞിങ്ങനെ പോകും. കണ്ടോ, ഇങ്ങനെ വളഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സൈക്ലോട്രോണിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ആദ്യത്തെ ഫോഴ്സ് ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ് ആദ്യത്തെ ഫോഴ്സ്? ഇവിടെ കിടക്കുന്നു സാധനം. F is equal to മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് F is equal to ഇക്വേഷൻ നമുക്കറിയാം. F is equal to the ഇക്വേഷൻ Q into V cross B. അതിനെ നമ്മൾ BQV sin θ എന്ന് വിളിക്കുകയാണ്. കാരണം V cross B VB sin θ ആണെന്ന് നിങ്ങൾക്കറിയാം. അതിലൂടെ Q വന്നു. V
ബി സൈൻ തീറ്റ ക്യൂ. അപ്പൊ ബി ക്യൂ വി സൈൻ തീറ്റ. നിങ്ങൾ ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ വി ബി ക്യൂ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഒന്നാമത്. രണ്ടാമത് വട്ടം കറങ്ങുമ്പോഴുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to mv square divided by r. മനസ്സിലായി? രണ്ടുകൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സൈൻ തീറ്റയുടെ വില നമുക്ക് 1 ആക്കി മാറ്റാൻ വേണോ? സൈൻ തീറ്റ 1 ആണെന്ന് വിചാരിച്ചോ, 90 ഡിഗ്രിയിലാകുമ്പോഴാണ് മാക്സിമം ആവുന്നത്. അപ്പൊ മാക്സിമം ഫോഴ്സ് കിട്ടുമ്പോൾ ബി ക്യൂ വി. രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബി ക്യൂ വി ഇസ് ഈക്വൽ ടു mv square by r. ഓക്കെ, ഇതിനകത്ത് നിന്ന് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിച്ചാണ് ഈ വിയും ഇതുകൂടെ പോയി. എന്ത് സംഗതി വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വി ഇസ് ഈക്വൽ ടു ബി ക്യു ആർ ഡിവൈഡഡ് ബൈ എം. വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ബി ക്യു ആർ ഡിവൈഡ് ബൈ എം. വളരെ വലിയ സംഭവം പറയാൻ പോകുന്നത്. ക്യൂ ബൈ എം കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞതല്ല, മിസ്റ്റർ മില്ലിക്കൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പറഞ്ഞത് ക്യൂ ബൈ എം കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ അന്ന് അതിനെ ക്യൂ ബൈ എം എന്നല്ല പറഞ്ഞത്, ഇ ബൈ എം എന്നാണ് പറഞ്ഞത്. ഇത് കോൺസ്റ്റന്റ്. ബി നമ്മൾ വെച്ചു കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ബി എന്ന് പറയുന്ന സാധനം നമ്മൾ വെച്ചു കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പൊ അതും കോൺസ്റ്റന്റാ. പിന്നെ അടുത്തത് എന്തുവാ? വി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് വരും. ഇതാണ് വി. ഈ വി കാണാൻ പറ്റും. ഈ വി പ്രൊപ്പോർഷണൽ ടു ഇ ആർ. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണേ. അതായത് ഇതൊരു ഭയങ്കര സംഭവമാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഭയങ്കര സംഭവമാണ്. അതായത് പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് കൂടുന്തോറും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന. റേഡിയസ് കൂടുന്തോറും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, റേഡിയസിനെ പതുക്കെ ഒന്ന് കൂട്ടും. നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ റേഡിയസ്, ഓരോരുത്തടത്തെ റേഡിയസ് ഇതാ കോൺട്രാസ്റ്റിംഗ് സൈക്ലോടെ നോക്കണം. ഇതാ ഇവിടെ നോക്കിയാൽ മതി. ഈ റേഡിയസ് അല്ല ഈ റേഡിയസ്, അതിനേക്കാൾ കൂടുതലാണ് ഈ റേഡിയസ്, അതിൽ കൂടുതലാണ് ഈ റേഡിയസ്. ഓരോ വട്ടം കറങ്ങുമ്പോഴും നമ്മൾ ചാടിച്ച് റേഡിയസ് ഇച്ചിരി കൂട്ടും. റേഡിയസ് കൂടുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചുകൊണ്ട് വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. അപ്പൊ ഇത് എങ്ങനെയാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആയിട്ട് ആക്ട് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടല്ലോ. സിമ്പിൾ ഇക്വേഷൻ ആണ്. F is equal to ബി ക്യു വി ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ F is equal to mv square by r. ആർ സ്ക്വയർ എന്ന് ഞാൻ എഴുതിയത് അബദ്ധത്തിൽ എഴുതിപ്പോയതാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ബൈ ആർ രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്തു. വി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് തോന്നുന്നു. അതിന്റെ അർത്ഥം ആറ് കൂടിയ വെലോസിറ്റി കൂടും. ആറ് പതുക്കെ പതുക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂട്ടുമ്പോൾ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുന്ന പരിപാടിയാണ് ആക്സലറേഷൻ. ദാറ്റ് ഈസ് apparatus is called a particle acceleration. ഇതൊരു സർക്കുലർ പാർട്ടിക്കിൾ ആക്സലറേറ്റർ. അതിന്റെ പേരാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഇതൊരു ലീനിയർ പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ്. ഈ സാധനം എന്ന് പറയുന്നത് ഇതൊരു സർക്കുലർ പാർട്ടിക്കിൾ ആക്സലറേറ്റർ. ഇത് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ആണ്. പോട്ടെ, അപ്പൊ കണ്ടു. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇത്രയും കണ്ടു. അപ്പൊ വി കണ്ട ഈ വിയുടെ വാല്യൂ, വെലോസിറ്റി നമുക്കറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ആയിട്ടുള്ള 2πr ഡിവൈഡഡ് ബൈ ടി ആർ അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് വെലോസിറ്റി. ഈസ് ഈക്വൽ ടു ബി ക്യു ആർ ഡിവൈഡഡ് ബൈ എം ആർ. ഈ വെലോസിറ്റിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആറും ആറും ക്യാൻസൽ ആയി. ഓർ 1/t ഈസ് ഈക്വൽ ടു bq divided by 2πm. 1/t is equal to bq divided by 2πm, or t is equal to 2πm divided by bq. Time period. ഇതെന്തോ 1/t, that is equal to frequency. 1/t frequency ആണെന്നുള്ള കാര്യം ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യം. ടൈം പീരീഡ് നമുക്ക് കിട്ടി. ടൈം പീരീഡ് 2πm ഡിവൈഡ് ബൈ വീക്ക്. ഇതിന് വലിയൊരു അർത്ഥമുണ്ട്.
ടൈം പീരീഡ് 2π കോൺസ്റ്റന്റ്, എം മാസ് ഓഫ് ദ ഇലക്ട്രോൺ കോൺസ്റ്റന്റ്, ബി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വെച്ചു കൊടുക്കുന്ന കോൺസ്റ്റന്റ്, ക്യൂ കോൺസ്റ്റന്റ്, ഇതെല്ലാം കോൺസ്റ്റന്റ്. ടൈം പീരീഡ് കോൺസ്റ്റന്റ്. ഭയങ്കര ഒരു സംഭവം ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടം മുതൽ കറങ്ങി ഇവിടെ വരാനെടുക്കുന്ന സമയവും അവിടുന്ന് കറങ്ങി ഇവിടെ വരാനെടുക്കുന്ന സമയവും തുല്യമാണ് എന്നല്ലേ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ. അതായത് കുഞ്ഞുവട്ടം കറങ്ങാനുള്ള സമയവും ഈ കുഞ്ഞുവട്ടം കറങ്ങാനുള്ള സമയവും വലിയ വട്ടം കറങ്ങാനുള്ള സമയവും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ വട്ടം കറങ്ങുമ്പോഴത്തേക്ക് ഒരേ സമയം കൊണ്ടാണ് കറങ്ങുന്നത്. ഇതും 2 സെക്കൻഡ് കൊണ്ട് കറങ്ങി തീർത്തു, ഇതും 2 സെക്കൻഡ് കൊണ്ട് കറങ്ങി തീർത്തു. അപ്പൊ വലിയ വട്ടം കറങ്ങാൻ വേണ്ടി കുറച്ച് സമയമല്ലേ എടുക്കാൻ പാടുള്ളൂ, കാരണം ദൂരം കൂടുതലാ. അതേ പഴയ സമയം കൊണ്ട് തന്നെ ഈ ദൂരവും നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? വി ഹാവ് ടു സ്പീഡ് അപ്പ് ദാറ്റ് മോഷൻ. ആ മോഷനെ സ്പീഡ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടണം, അല്ലെങ്കിൽ ആക്സലറേഷൻ സംഭവിക്കണം. ഇത്രയേ ഉള്ളൂ സാർ. ബാക്കി തിയറട്ടിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത്, പിന്നെ ഇന്നത്തെ കൈനറ്റിക് എനർജി ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വെച്ചാൽ 12mv² ആണ്. വിയുടെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട്, എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം. അപ്പൊ സ്വാഭാവികമായിട്ടും 12m × b² q² r² m² വരും. എം കൂടെ പോവും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ബാക്കി പറഞ്ഞാട്ടെ, b² q² r² / m എന്ന് വരും. അങ്ങനെയുള്ള ഉത്തരവൊക്കെ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസി, സൈക്ലോട്രോണിന്റെ ടൈം പീരീഡ്, പിന്നെ ബാക്കി തിയറട്ടിക് ഇതാണ്. ഫ്രീക്വൻസി ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ഈ ഇക്വേഷനുടെ ഫ്രീക്വൻസി. നമ്മൾ പറഞ്ഞത് ഇക്വേഷൻ bq / 2πm. അത് ഇങ്ങനെയാണ് വന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ തിയറി നോട്ട് വായിച്ചു നോക്കണം. സൈക്ലോട്രോണിൽ 2 ഡികളുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് നമുക്ക് ആവശ്യമില്ല, ഇപ്പൊ ആവശ്യമില്ല. പെട്ടെന്നായിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. കഴിഞ്ഞോ? എടുത്തു സർ. നെക്സ്റ്റ്. എടുത്ത വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ട. അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു മക്കളെ. ആ ഫിഗർ കൂടെ ഞാൻ പറയാം. ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എക്സ് ആക്സിസിൽ തന്നെയാണ്, കണ്ടോ, എക്സ് ആക്സിൽ തന്നെയാണ് നമ്മൾ ഇതിനെ വിട്ടിരിക്കുന്നത്. ഇപ്പൊ സർക്കുലറായിട്ട് കറങ്ങും. എന്നാൽ എക്സ് ആക്സിൽ വിടുന്നതിന് വരെ ഇച്ചിരി ചരിച്ചു വിടുക എന്ന് വിചാരിക്കുക. എക്സ് ആക്സിൽ തന്നെ ഇച്ചിരി പൊക്കി വിടുക. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മത്തൻ, കുമ്പളം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തറയിലാണ് ഇടുന്നെങ്കിൽ അതിങ്ങനെ ആ തറയിൽ തന്നെ അങ്ങ് പടരും. അതേസമയത്ത് മണി പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. തെങ്ങയിലൊക്കെ പടർന്നു കയറുന്ന ഒരു സാധനമാണ് മണി പ്ലാന്റ്. അത് തെങ്ങയിലോട്ട് നമ്മൾ ചരിച്ചാ വെച്ചു കൊടുക്കുന്നത്. അത് കയറുന്നത് എങ്ങനെയാന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇതുപോലെ ചരിഞ്ഞ കയറുന്നത്. അപ്പോൾ കറക്റ്റ് എക്സ് ആക്സിസിൽ വിടാതെ എക്സിനും ഇസഡിനും ഇടയ്ക്കുള്ള ഒരു ആംഗിളിലേക്ക് വിട്ടാൽ ഇത് ഹെലിക്കൽ മോഷനിലായിരിക്കും ഈ ഇലക്ട്രോൺ നടത്തുന്നത്. നമ്മുടെ സ്പ്രിങ് പോകുന്നത് പോലെ നടക്കും. സ്പ്രിങ് പോകുന്നത് പോലെ ആയിരിക്കും ഈ സാധനം മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം ഇവിടെ ഞാൻ പറയാം. അങ്ങനെ മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടുന്ന് ഒരു 10 സെക്കൻഡ് കൊണ്ട് കറങ്ങി ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. ഇവിടുന്ന് കറങ്ങി ഒരു സാധനം 10 ഇതാണ് ആരോ മാർക്കിട്ടുണ്ട്. 10 സെക്കൻഡ് കൊണ്ട് ഒരു സാധനം കറങ്ങി ഇവിടെ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് 10 സെക്കൻഡ് എടുത്തു. അതേ 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഇവിടുന്ന് തുടങ്ങിയ സാധനം ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി വരയ്ക്കുന്നതിന് പരിമിതികളുണ്ട്. ഇങ്ങനെ വന്ന് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഇത്രയും വെർട്ടിക്കൽ ഹൈറ്റ് അത് സഞ്ചരിച്ചതാണ്. മണിപ്ലാന്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു വെർട്ടിക്കൽ ഹൈറ്റ് ഇസഡ് ആക്സിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചതാണ്. ഇത് ഇവിടെ എങ്ങനെയാണ്? ഇത് XY പ്ലെയിനിൽ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. ഇതെങ്ങനെയാണ്? ഇസഡ് ആക്സിലോട്ട് കയറി പൊങ്ങി പോവാ. ആ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിച്ച് ഓഫ് ദ, അതാണ് ഈ പി എന്ന് സൂചിപ്പിക്കുന്നത്. പിച്ച് ഓഫ് ദി ഹെലിക്സ്. ആ പിച്ച് ഓഫ് ദ ഹെലിക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. പിച്ച് ഓഫ് ദ ഹെലിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി കോസ് തീറ്റ. തീറ്റ കാണാം, തീറ്റ വി കോസ് തീറ്റ ഇൻറ്റു ബാക്കി ടൈം പീരീഡ് 2πm ഡിവൈഡഡ് ബൈ ബി. ഒന്നുമില്ലെന്നേ, കാരണം നമ്മൾ ഡിസ്റ്റൻസ് അല്ലേ നോക്കുന്നത്. പിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി
വെലോസിറ്റി മുകളിലേക്കുള്ള വെലോസിറ്റിയാ, അത് വി കോസ് തീറ്റയാണ്. മനസ്സിലാവും? ആ വി കോസ് തീറ്റ ഇൻറ്റു ടൈം അത്ര മാത്രമേ ഉള്ളൂ. വി കോസ് തീറ്റ ടൈം എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ബി ക്യു എം അല്ല 2πm ഡിവൈഡ് ബൈ ബി ക്യു. അത്രേ ഉള്ളൂ. അടുത്തതിലേക്ക് വരാം. അടുത്ത സംഗതി എന്ന് പറയുന്നത് രണ്ട് പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കറണ്ട് ആക്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിരുന്നു, ശ്രദ്ധിച്ചോണം. ഇത് കണ്ടക്ടർ 1, ഇത് കണ്ടക്ടർ 2. ഇതാണ് രണ്ട് സാധനങ്ങൾ. ഇത് കണ്ടക്ടർ 1 ആണ്, ഇത് കണ്ടക്ടർ 2 ആണ്. 1ൽ കൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണ്, 2ൽ കൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണ്. I2 ആണ്. I1 എന്ന് പറയുന്ന ഈ കറണ്ട് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണുന്നത്. B1. I2 എന്ന് പറയുന്ന കറണ്ട് മൂലം, I2 എന്ന് പറയുന്ന കറണ്ട് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത്. അതായത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ, ഒരു സിമ്പിൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഉണ്ടാകുന്ന ഫോഴ്സ് F is equal to നമുക്കറിയാം I into L cross B, അല്ലെങ്കിൽ ILB sin θ. തീറ്റ മാക്സിമം ആണെങ്കിൽ നമുക്ക് ILB എന്ന് പറയാം, നമ്മൾ എളുപ്പത്തിന് BIL എന്ന് പറയും, BIL ബിൽ എന്ന് നമ്മൾ പറയും. അപ്പൊ അത് ഒരു ചാർജ്, ഒരു കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഇതിനെ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനകത്ത് ഇഷ്ടം പോലെ ചാർജ് ഉണ്ടെന്ന് അറിയാം. ഒരു ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്കറിയാം, F is equal to Q into V cross B. അപ്പൊ ഒരു ചാർജിന് വരെ ലക്ഷക്കണക്കിന് ചാർജുള്ള ഒരു കണ്ടക്ടർ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to ഇഷ്ടം പോലെ ചാർജ് ഉള്ളപ്പോ Q മാറി I ആവും, I into L cross B. ഇത് ചാർജിൽ, ഇത് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. ഇവിടെ എന്താണ്, ഒന്നാം കണ്ടക്ടർ ഇരിക്കുന്നത് രണ്ടാം കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടുള്ള B2, രണ്ടാം കണ്ടക്ടർ ഇരിക്കുന്നത് ഒന്നാം കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടുള്ള B1. നമുക്കതിന്റെ ഇക്വേഷൻസ് മാത്രം മതി തൽക്കാലം. അതിനെ സംബന്ധിച്ചുള്ള ഇക്വേഷൻ നോക്കണം. ഒന്നാമത് F1 നോക്കണം, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫസ്റ്റ് കണ്ടക്ടർ പറയണം. F1 is equal to μ0 divided by 4π into 2I1 I2 divided by R. F2 എന്ന് പറയുന്നത് R എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരം കാണാം, ഈ ദൂരം കാണാം. μ0 divided by 4π into 2I2 I1 by R. ഇത് രണ്ടും വെറുതെ എഴുതിയതാന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി കാണും. അതായത് രണ്ടും ഒരേ ഇക്വേഷൻ തന്നെ എഴുതിയേക്കുന്നത്. അപ്പൊ രണ്ട് പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ഫോഴ്സ് μ0 by 4π into I1 I2 by R ആയിരിക്കും. ഇനി ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. നിങ്ങൾക്ക് കാണാം, രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകിയിരിക്കുന്നതെങ്കിൽ രണ്ട് ഫോഴ്സും കണ്ടോ അടുത്തടുത്ത് വരും. അതായത് അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. സാധാരണ ഇതിൽ നേരെ ഓപ്പോസിറ്റാ. ഐഡന്റിക്കൽ ആണെങ്കിൽ സാധാരണ റിപ്പൽഷനും, ഓപ്പോസിറ്റ് ആണെങ്കിൽ അട്രാക്ഷനും ഉണ്ടാകേണ്ടത്. ഇത് അങ്ങനെയല്ല, ഒരേ ഫോഴ്സ് ആണെങ്കിൽ ഉണ്ടാകേണ്ടത് അട്രാക്ഷൻ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെങ്കിൽ ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവും. ഫിസിക്സിന്റെ മറ്റ് നിയമങ്ങൾക്ക് പോലും എതിരെ അതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് കറണ്ട്സ് ആർ മൂവിങ് ഇൻ പാരലൽ മാനർ എന്നാണ് പറയുന്നത്, നമുക്കവിടെ എന്തുണ്ടാവും, ഒരേ ഡയറക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇഫ് കറണ്ട്സ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓർ ആന്റി പാരലൽ ഡയറക്ഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് അവിടെ നമുക്ക് ഉണ്ടാകുന്നത്. ആ രണ്ട് കാര്യം ഓർത്തുള്ളത്. ഇനിയും അടുത്തതാണ് ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലൂപ്പിനെ സംബന്ധിച്ച് ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ടോർക്കിന്റെ ഇക്വേഷൻ NBIA, ടോർക്ക് ഇസ് ഈക്വൽ ടു N, അത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, NBIA സൈൻ ആൽഫ, ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോ ഇതിനകത്തില് നിങ്ങൾ ഓർത്തോണം, ഈ ആൽഫ എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ, ആൽഫ നോക്കിയേ, ഇത്
യൂണിറ്റ് വെക്ടർ ആണ്, എൻ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ. കോയിലിന്റെ പ്രതലമാണ്. ബി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. നോർത്തിൽ നിന്ന് സൗത്ത്. ഒരു തമ്മിലുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 90 ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു NBIA എന്ന് വരും. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയോളൂ. ആൽഫ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും, ഇതാ ആൽഫ മാഗ്നറ്റിക് ഫീൽഡും എന്നും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. എൻ എന്താണെന്നറിയാം, അതായത് കോയിലിന്റെ പ്രതലത്തിന്റെ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഓഫ് സർഫസ് ഓഫ് കോയിൽ. കോയിലിന്റെ പ്രതലത്തിന്റെ യൂണിറ്റ് വെക്ടർ. ഇത് ആ കാര്യം ഓർത്തോണം. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. അതായത് അപ്പൊ ഒരു ടോർക്ക് ഉണ്ടായി. ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ഇസ് NBIA ആണെന്നുള്ളത് നമുക്കറിയാം, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഒരു നൂലിൽ ഒരു സാധനത്തെ കെട്ടിത്തൂക്കിയിട്ട് ആട്ടുകയാണ്. ഈ പടത്തിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ നോക്കേണ്ട ഫിഗർ ഇവിടെയാണ്. ഈ ഫിഗർ ആണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെ നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിലേക്ക് പോകും. ഒരു നൂലിൽ നമ്മൾ ഒരു സാധനത്തെ കെട്ടിത്തൂക്കിയിട്ട് ആട്ടുക. അങ്ങനെ ആട്ടുമ്പോൾ അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിന്റെ ഇക്വേഷൻ C⁻ എന്നാണ് പറയുന്നത്. ഒരു കാര്യമില്ല. നോക്കി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടോർക്കിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് 1 ഡിഗ്രി തിരിയാൻ ആവശ്യമായിട്ടുള്ള കപ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പിൾ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. 1 ഡിഗ്രി തിരിയാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട കപ്പിൾ. അതിന് കപ്പിൾ എന്താണെന്നുള്ള കാര്യൂടെ പറയാം. വീഡിയോ ഓൺ ചെയ്ത് ഇതെന്റെ വിരലാണ്, നിങ്ങൾക്ക് കാണാം. ഇതെന്റെ വിരലാണ്. ഈ വിരലിൽ ഞാൻ തിരിക്കാൻ പോവാണ്. ഇവിടെ മാത്രം, ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിന് നമ്മൾ മണിബന്ധം അല്ലെങ്കിൽ മണക്കൊട്ട എന്നൊക്കെ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ ജോയിന്റ്. ഞാൻ ഇവിടെ പിടിച്ച് തിരിക്കുന്നു നോക്കണം. അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുത്തു, കണ്ട ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ഫോഴ്സ്, ഈ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്ന ഇപ്പൊ ഞാൻ ഈ അഗ്രഭാഗത്തോട്ട് പറയും, തിരിയടാ വിരളെ, തിരിയടാ, തിരി എന്ന് പറഞ്ഞ് ഞാൻ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഒരു ഫോഴ്സ് നിങ്ങൾ കാണും. അപ്പം ഇവിടുള്ള ജോയിന്റ് പതുക്കെ പറയുക എന്റെ വിരലിനോട്, ഒരു കാരണവശാലും തിരിയരുത്. അവൻ അങ്ങനെ തിരിക്കാനൊക്കെ നോക്കും, നീ തിരിയരുത്, തിരിഞ്ഞാ വിരല് പറഞ്ഞു പോകും എന്ന് ഈ ഭാഗത്തിനോട് എന്റെ ബ്രെയിൻ നിർദ്ദേശം കൊടുക്കും. അപ്പൊ തിരിയാതിരിക്കാൻ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു കാരണവശാലും പൊട്ടിപ്പോകരുതെന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ ഉണ്ടാവും. അത് നമ്മുടെ ടെൻഡനും മറ്റേതും പേശികളും ഒക്കെ ഉപയോഗിച്ചൊരു ഫോഴ്സാണ് ഇവിടെ ഉണ്ടാകുന്നത്. സോ ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. നമുക്ക് ഇവിടെ വേദന അനുഭവപ്പെടുന്നുണ്ട്, ഇവിടെ വേദന അനുഭവപ്പെടും. അതിന്റെ അർത്ഥം ഇവിടെ ഒരു ഫോഴ്സ് തിരിയരുതെന്നും പറഞ്ഞുണ്ടാവും. ഓക്കെ, വേണ്ട, ഒരു തോർത്ത് കയ്യിലോട്ട് എടുക്കുക. തോർത്ത് കുളിച്ച് നനച്ചിട്ടൊരു എന്നിട്ട് ഈ ഭാഗം നമ്മൾ അതിനകത്ത് വെള്ളം കളയാൻ ഒരു ഭാഗം നമ്മൾ പിരിക്കുന്നു. നമ്മൾ 2 ഭാഗവും പിരിക്കുന്നത് വേറെ കാര്യം. ഒരു ഭാഗം കയ്യിൽ വെറുതെ പിടിക്കുന്നു, മറ്റേ ഭാഗം നമ്മൾ പിരിക്കുന്നു. വെള്ളം താഴെ പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ നാച്ചുറലി താഴെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. മുകളിൽ നമ്മൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും പോകാതിരിക്കാൻ വേണ്ടി, കൈ നൂർന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് നമ്മൾ മുകളിൽ കൊടുക്കുന്നില്ലേ? അപ്പോൾ ട്വിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫോഴ്സ് വേണ്ടേ? മറ്റേടം കയ്യിലില്ലെങ്കിലോ ആ തോർത്ത് കിടന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പോകത്തില്ല. അപ്പൊ അത് പിഴിയണം. നമ്മൾ പിഴിയുക എന്ന് പറയും, തോർത്തൊന്ന് പിഴിയുക എന്ന് പറയും. പിഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഇവിടെയും വേണം. നമ്മൾ അറിയാതെ കയ്യിൽ പിടിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പൊ എത്ര ഫോഴ്സ് വേണം ഇതിനകത്തിലെ വെള്ളം പോകണമെങ്കിൽ? എത്ര ഫോഴ്സ് വേണം? അതങ്ങനെ 3 വരുന്നത് എങ്ങനെയാ? ഒന്ന് താഴെ കൊടുക്കുന്ന ഫോഴ്സ്, മറ്റേത് ഈ കയ്യിൽ വെറുതെ ഇരിക്കുമ്പോൾ ഉള്ള ഫോഴ്സ്, ആ കൈ കൊടുക്കുന്ന ഫോഴ്സ്. അപ്പൊ എത്ര ഫോഴ്സ്? 2 എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന, ഒരു ഭാര്യയും ഭർത്താവോട് നടന്നു പോവുക, നമ്മൾ എന്തോ പറയും? കപ്പിൾ. മനസ്സിലായോ? അപ്പൊ തിരിയാൻ, കപ്പിൾ എന്നുള്ള പദവും തിരിയലും തമ്മിലുള്ള ബന്ധം കണ്ടല്ലോ. അങ്ങനെ 1 ഡിഗ്രി തിരിയാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കപ്പിൾ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. അപ്പൊ സിയുടെ അർത്ഥം മനസ്സിലായല്ലോ.
എ ഗ്രൂപ്പ് ഓഫ് ടു ഫോഴ്സസ് അഥവാ കപ്പിൾ നീഡഡ് ഫോർ ദ റൊട്ടേഷൻ ഓഫ് 1 ഡിഗ്രി. ഈ തീറ്റ എന്തുവാ? ആകെ തിരിഞ്ഞ ആംഗിൾ ആണ് ഈ തീറ്റ. അപ്പൊ 1 ഡിഗ്രി തിരിയാൻ ആവശ്യമായ ഫോഴ്സ് ഇൻറ്റു ആകെ തിരിഞ്ഞത് ഇസ് ഈക്വൽ ടു ആകെ തിരിയൽ ബലം. The total rotatory force that is otherwise called as torque. Total rotatory force എന്ന് വിളിക്കുന്നവരാണ് ടോർക്ക്. നിങ്ങൾക്ക് 2 ഇക്വേഷൻ ആയില്ലേ കുഞ്ഞുങ്ങളെ? ഒന്ന് ടോർക്ക് ഇസ് ഈക്വൽ ടു NBIAU ആയി, അടുത്ത ടോർക്ക് ഇസ് ഈക്വൽ ടു C θ ആയില്ലേ? ഇനി ഏത് പൊട്ടനും മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ പറയരുതോ? ദാറ്റ് ഈസ് ഈക്വൽ ടു NBIA is equal to C θ. For I is equal to C θ divided by NBA. ഇതാണ് നിങ്ങൾ ഭയങ്കര പാടുപെട്ട് പണ്ട് കാണാതെ പഠിച്ചത്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ വഴി കറണ്ട് കണ്ടുപിടിക്കുന്ന സാധനമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്ര. ഇനി ഇതിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ C/NBA എന്ന് പറഞ്ഞ സാധനം ഞാൻ മാർക്ക് ചെയ്യാം. എന്താണ് C ഡിവൈഡഡ് ബൈ NBA. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ വിളിക്കും സാധാരണയായിട്ട്. ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, I പ്രൊപ്പോർഷണൽ ടു തീറ്റ. എത്രമാത്രം ആംഗിൾ തിരിഞ്ഞോ അതിനനുസരിച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ കാര്യം. ഇനി അടുത്ത നോക്കിയോ, ഇവിടേക്ക് ശ്രദ്ധിച്ചു നോക്കിയോ. I is equal to വേറൊരു വിഷയം. I is equal to ഇതിന്റെ ഭാഗമാണ് നമ്മൾ എഴുതുന്നത്. I is equal to C θ. ഇതിന്റെ തിയറട്ടിക്കൽ പോർഷൻ നോക്കി പഠിച്ചോണം. എന്തൊക്കെയാണ് അതിലുള്ളത്? കോർ എന്താണ്, അതിന്റെ പോയിന്റർ എന്താണ്, ഫോസ്ഫറസ് ബോൺസ് എന്താണ്, ഇതൊക്കെ നോട്ട് നോക്കിയോണം. ഇതാ ഇതിനകത്തിൽ നിന്നും I/θ is equal to C/NBA. തിരിച്ചിടുകയാണ്. θ/I is equal to NBA divided by C. ഇതിന്റെ അർത്ഥം എന്തുവാ? Q/T ചാർജ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം, S/T ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം, V/T വെലോസിറ്റി ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈം. അപ്പൊ ചവിട്ടിൽ എന്ത് വന്നാലും താഴെ എന്ത് വന്നാലും യൂണിറ്റ് ആണെന്ന് ഓർക്കണം. ഇതെന്താണ്? ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് when unit current flowed. അപ്പൊ യൂണിറ്റ് കറണ്ട് ഒഴിയപ്പോൾ ഉള്ള ഡിഫ്ലക്ഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. തീറ്റ ഡിവൈഡ് ബൈ I is equal to NBA divided by C. ഭയങ്കര സംഭവമാണ്. അങ്ങനെ യൂണിറ്റ് കറണ്ട് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഇനി വോൾട്ടേജ് സെൻസിറ്റിവിറ്റി വേണം. അപ്പൊ ഇത് ഡിവൈഡ് ബൈ V വരണം. അപ്പൊ എന്ത് വരും? തീറ്റ ഡിവൈഡഡ് ബൈ I into R is equal to NBA divided by C into R. രണ്ടിടത്ത് ഞാൻ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് കാണുന്ന ഏതൊരുത്തിനും അറിയാം I into R എന്ന് പറയുന്നത് V ആണെന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ വയ്യാത്തത്? എല്ലാവർക്കും അറിയാം അവസാനം V ആണ്. അപ്പൊ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ദാറ്റ് ഈസ് എന്താണ്? എന്ത് നമുക്ക് വന്നു? ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് when unit potential difference is applied across the terminal T1 and terminal T2. ഇതിന് across ആയിട്ട് യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനെ വിളിക്കുന്നവരാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പൊ കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് കൂട്ടണം, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത്രയും സാധനം കണ്ടോ? ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടണം. കണ്ടോ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടണം. പിന്നെ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് കുറയ്ക്കണം. എന്താ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ്? 1 ഡിഗ്രി തിരിക്കാൻ ആവശ്യമായ ബലം കുറയ്ക്കണം. അതായത് അത്ര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഒന്നും വെക്കരുത്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെക്കണം, എന്നാലേ തിരിയൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫോസ്ഫറസ് അല്ല ഫോസ്ഫർ ബ്രോൺസ് അതിന്റെ നാരികൾ വെക്കാനുള്ള, സ്ട്രിങ് വെക്കാനുള്ള കാരണം അതാണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂട്ടണമെങ്കിൽ എന്താണ് പറയുന്നത്? കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ റെസിസ്റ്റൻസും കുറയ്ക്കണം. ബ്രോൺസിനൊക്കെ റെസിസ്റ്റൻസ് കുറഞ്ഞ സാധനമാണ്. അപ്പൊ അത്രയും കാര്യങ്ങളായി. ഇപ്പൊ കറണ്ട് സെൻസിറ്റിവിറ്റി ആയി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ലാസ്റ്റ്ലി നമുക്ക് വരുന്ന സാധനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് എന്താണ്? ഗാൽവനോമീറ്റർ ഇൻടു അമീറ്ററും കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട്മീറ്ററും ആണ്. ഇതിനകത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കൺവേർഷൻ ഓഫ് ഇതാദ്യത്തെ ഒരു ഗാൽവനോമീറ്റർ ആയിരുന്നു. അതിനെ അമീറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഷണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെ ഒരു സീരീസ് ആയിട്ടുള്ള ഒരു സീരീസ് അല്ല പാരലൽ ആയിട്ടുള്ള റെസിസ്റ്റർ നമ്മൾ വെക്കണം. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. എനിക്ക് ഒരാള്
ഇതിൽ നിന്നിട്ട് ബാക്കിയുള്ള ഒരു വീഡിയോ ഓഫ് ചെയ്തോ. സാന്ദ്ര സുനിൽ വീഡിയോ ഓൺ ചെയ്ത് നിർത്തുക. ബാക്കി എല്ലാവരും ഓഫ് ചെയ്തു. സാന്ദ്ര സുനിലിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഗാൽവനോമീറ്ററിനെ അമീറ്ററായി കൺവേർട്ട് ചെയ്യും. ഇല്ല, ടെൻഷൻ ഒന്നും അടിക്കുകയൊന്നും വേണ്ട. മീനിനെ വെള്ളത്തിൽ നിന്ന് കരയെ പിടിച്ചിടുമ്പോൾ അത് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്ന പോലെ വെപ്രാളം ഒന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുണ്ടാവും. സാന്ദ്ര സുനിലിന് കറണ്ട് ഇപ്പം നമുക്കുള്ളത് ഗാൽവനോമീറ്റർ ആണ്, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്തിനുള്ള ഉപകരണമോ? സമയം ഞാൻ കളയുന്നില്ല. നമുക്ക് 3 ഉപകരണമാണുള്ളത്. ഒന്ന് വോൾട്ടിമീറ്റർ, അടുത്ത അമീറ്റർ, അടുത്ത ഗാൽവനോമീറ്റർ. വോൾട്ടിമീറ്റർ എന്തിനാന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, വി കണ്ടുപിടിക്കാം. അമീറ്റർ എന്തിനാന്ന് ചോദിച്ചാൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാം, ഐ കണ്ടുപിടിക്കാം. ഗാൽവനോമീറ്റർ എന്താ ചോദിച്ചാൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ, വെദർ കറണ്ട് ഈസ് ദയർ ഇൻ ദ സർക്യൂട്ട്. ഇനി ഉണ്ടെങ്കിൽ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കറണ്ട്, ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഉള്ളത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പൊ നമുക്കുള്ളത് ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ നമ്മൾ അമീറ്ററായി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വേണ്ട അത് നമുക്ക് അതിനെ അമീറ്ററായി കൺവേർട്ട് ചെയ്യാം. അപ്പൊ അമീറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പറ, അമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? അമീറ്റർ ഉപയോഗിക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അമീറ്റർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞോ? പറഞ്ഞു. ഐയുടെ ഇക്വേഷൻ പറ. ഐയുടെ ഇക്വേഷൻ പറ. അതൊക്കെ സിമ്പിൾ കാര്യമാണ്. ഐയുടെ ഇക്വേഷൻ പറ. ഞാൻ അതെ കറക്റ്റ് ആണ്. വി ഇസ് ഈക്വൽ ടു നമുക്കറിയാം IR. ഐ ഇസ് ഈക്വൽ ടു V/R. അപ്പൊ സാന്ദ്രയ്ക്ക് കറണ്ട് അളക്കണം. അളക്കണമെങ്കിൽ കൺസിഡറബിൾ ആയിട്ടുള്ള കറണ്ട് വേണമല്ലോ, നല്ല അളക്കാൻ പറ്റുള്ളൂ. നമുക്ക് വിശക്കുന്ന ചോറ് ഉണ്ണണം. 2 അരിമണി വേവിച്ചു കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ തരുന്നവനെ തെറി വിളിക്കും, യാതൊരു സംശയമില്ല. നമുക്ക് വിശപ്പ് മാറാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ചോറില്ലാതെ ആരും നമ്മളെ ചോറുണ്ണാൻ വിളിക്കരുത് എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ പ്രാമാണികതയാണ്. അതനുസരിച്ച് നമുക്ക് കറണ്ട് അളക്കണമെങ്കിൽ കൺസിഡറബിൾ കറണ്ട് ഇല്ലാതെ അളന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഫിറ്റഡ് ആണ് വോൾട്ടേജ് സോഴ്സ്, ഒരു ബാറ്ററി കൊടുത്തു. അപ്പൊ നമുക്ക് കറണ്ട് അളക്കണമെങ്കിൽ കറണ്ടിനെ കൂട്ടണമെങ്കിൽ എന്തോ മാർഗം? വോൾട്ടേജ് സോഴ്സ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അത് കോൺസ്റ്റന്റ് ആണ്. അതിൽ നിന്ന് വരുന്ന കറണ്ടാണ് നമുക്ക് അളക്കേണ്ടത്. അപ്പൊ വോൾട്ടേജ് സോഴ്സ് കോൺസ്റ്റന്റ് ആണ്. കറണ്ട് നമുക്ക് ഇത്തിരി വേണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കറണ്ടിനെ ആക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. 6 കുറയ്ക്കണം. അതാണ് അത്രയുള്ള ആൻസർ. റെസിസ്റ്റൻസ് കുറയ്ക്കണം. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, 2 ഓം. ഈ റെസിസ്റ്റൻസ് കുറച്ച് 1 ഓം ആക്കണം. വേറൊരു 2 ഓം കൂടെ സാന്ദ്രതയെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ വാല്യൂ 2 ഓം ആണ്. ഇത് കുറച്ച് 1 ഓം ആക്കണം. അതിനുവേണ്ടി വേറൊരു റെസിസ്റ്റൻസ് കൂടെ തന്നിട്ടുണ്ട് 2 ഓം. സാന്ദ്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ അങ്ങ് പറയാം. പാരലായിട്ട് അങ്ങോട്ട് കൊടുക്കുക 2 ഓം. അപ്പൊ ഉത്തരം നോക്കണം. 1/R is equal to 1/2 plus 1/2 is equal to 2/2. കണ്ടല്ലോ? ഇനി ഇത് തിരിച്ചിടണം. R is equal to 2/2 തിരിച്ചിട്ടല്ല അപ്പോഴും 2/2 1 ഓം. കണ്ടോ? അപ്പൊ 2 ഓം എന്നുള്ള റെസിസ്റ്റൻസ് അതിനെ ചൊറിയാതെ വേറൊരു റെസിസ്റ്റൻസിനെ പാരലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ 1 ഓം ആക്കി കുറച്ചു. റിയ റനി വീഡിയോ ഓൺ ചെയ്തേ. റിയ റനിയും അനില വി ബിജുവും ആകാശ് അരവിന്ദും ക്ലാസ്സിലുള്ളവരാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുക. യെസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ മക്കളെ? റിയ റനി അനില വി ബിജുവിന് എന്തോ പറഞ്ഞത് മനസ്സിലായല്ലോ? റെസിസ്റ്റൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ കൊടുക്കുക? ഒരു പാരലൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അങ്ങനെ പാരലൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. നോക്കണം, എന്റെ കർസർ പോകുന്ന നോക്കണം. റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. അപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന വലിപ്പത്തിലേക്കാവും റെസിസ്റ്റൻസ്, അല്ല കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാവും. അതുകൊണ്ടാണ് ഇനി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. V is equal to IR എന്നുള്ള ഒറ്റ ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഷണ്ട് റെസിസ്റ്റൻസ് കൊടുക്കും എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഇതില് പറഞ്ഞു ഇല്ല? ഓക്കെ. അടുത്ത മക്കളെ നോക്കിയോണം. ദാറ്റ് ഈസ് ഇത് വോൾട്ട്മീറ്റർ ആണ്.
അടുത്ത പേജിലേക്ക് ഞാൻ വരിക. വോൾട്ടിമീറ്റർ ആണ്. ഇതാ വോൾട്ടിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? വോൾട്ടിമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് അളക്കാൻ വേണ്ടിയാണ്, അല്ലെ? ഞാൻ ഈ 3-4 പേരോട് മൈക്ക് ഓൺ ചെയ്യാൻ പറയുന്നത് ബാക്കിയുള്ളവർക്ക് യാതൊരു വിഷമമോ തെറ്റിദ്ധാരണയോ ഉണ്ടാകരുത്. എന്റെ ഫ്രണ്ടിൽ കാണപ്പെടുന്ന ഈ 3-4 പേരെ ഞാൻ കോളം ഒതുക്കി നിർത്തി നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൈഡിൽ ഇങ്ങനെ കൊണ്ടിരുത്തുന്നത്. അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നവരോടാണ് ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പറയുന്നത്, കേട്ടോ? യെസ്, നോ. അപ്പോൾ അല്ലെ, ഞാൻ സ്ക്രീൻ ഫുൾ ആക്കണം. സ്ക്രീൻ ഫുൾ ആക്കുമ്പോൾ പിന്നെ എനിക്ക് എഴുതാൻ സ്ക്രീൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ V = IR. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് അളക്കേണ്ടത് വോൾട്ടേജ് ആണ്. സംശയമില്ല. കാരണം വോൾട്ട്മീറ്റർ നമ്മൾ പഠിക്കാൻ പോകും. നമ്മളൊരു കറണ്ട് സോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. കറണ്ട് സോഴ്സ് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത നോക്കി, വോൾട്ടേജ് കൂട്ടണം. എന്താ മാർഗം? നിങ്ങൾക്ക് വോൾട്ടേജ് അളക്കണമെങ്കിൽ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് വോൾട്ടേജ് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് വോൾട്ടേജ് അളക്കണമെന്നുണ്ടെങ്കിൽ ആ മെഷീൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു വോൾട്ടേജ് വേണം. നമ്മൾ അതിനു വേണ്ടി ഒരു ബാറ്ററി കൊടുത്തു. ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് തൽക്കാലം കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്തിനെ കൂട്ടണം? വോൾട്ടേജ് കൂടാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് കോൺസ്റ്റന്റ് ആണ് ഓൾറെഡി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? കൂട്ടുക, അല്ലേ? ഇത് എത്ര ഓം റെസിസ്റ്റൻസ് ആണ്? നമ്മൾ പറഞ്ഞു 2 ഓം റെസിസ്റ്റൻസ് ആണ്. ഇത് 4 ഓം ആക്കണമെങ്കിലുള്ള മാർഗം എന്താ? ഒരു 2 ഓം കൂടി ഇങ്ങോട്ട് കൊടുക്കുക, അതല്ലേ മാർഗം. അപ്പൊ സീരീസ് കണക്ഷൻ ഇടുമ്പോൾ നോക്കിയേ, ഗാൽവനോമീറ്റർ എന്താ കണ്ടോ? ഗാൽവനോമീറ്റർ ഇതായിരുന്നു പഴയ ഗാൽവനോമീറ്റർ. അതിൻ്റെ കൂടെ ഒരു സീരീസ് കണക്ഷനിൽ ഒരു 6 കിട്ടും. അപ്പം എന്തായിട്ട് മാറി? അത് വോൾട്ട്മീറ്റർ ആക്കി മാറി. അപ്പൊ 2 കാര്യങ്ങൾ കണ്ടു. ഇനി ഇതിന് ചോദിക്കുന്ന അടുത്ത ചോദ്യം നോക്കണം. ഇവിടെ റെസിസ്റ്റൻസ് പരമാവധി കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററിൽ റെസിസ്റ്റൻസ് പരമാവധി കുറയ്ക്കുക ചെയ്യുന്നത്. കുറച്ച് അതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ 0യാ. അപ്പോ ഐഡിയൽ ആയിട്ടുള്ള അമ്മീറ്ററിനെ സംബന്ധിച്ച് അതിന്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. എ പാർട്ടി ചോദ്യം. കുറച്ച് ഒരിക്കലും ഐഡിയൽ കണ്ടീഷൻ പ്രപഞ്ചത്തിൽ പോസിബിൾ അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ റെസിസ്റ്റൻസ് 0യാണ്. ഇനി ഇപ്പുറത്തോട്ട് നോക്കുക, ഇവിടെ റെസിസ്റ്റൻസ് നിങ്ങൾ കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഐഡിയൽ എന്തിനെ സംബന്ധിച്ച്? വോൾട്ട്മീറ്ററിനെ സംബന്ധിച്ച് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂട്ടി ഇൻഫിനിറ്റി ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ ഓർക്കണം. ഇനി ഗാൽവനോമീറ്ററിനെ സംബന്ധിച്ച് അപ്പൊ ഈ 2 കാര്യം ഓർക്കണം. ഐഡിയൽ അമീറ്ററിനെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. ഐഡിയൽ വോൾട്ട്മീറ്ററിനെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കണം. ഇനി ഇവിടെ നമ്മൾ 2-3 കുഞ്ഞ് ഇക്വേഷൻസ് കൂടെ നിങ്ങൾ നോക്കിയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ഉണ്ട്. ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് IG is equal to that is I into S divided by G plus S. ഓരോന്നും എന്താണെന്ന് അറിയാം. S ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. G എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിന് മുമ്പ് ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന കറണ്ട് ഇങ്ങോട്ട് IG എന്നും പറഞ്ഞ് ഒഴുകുന്നു. അതിന്റെ ബാക്കി I-G എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഒഴുകുന്നു. അതൊക്കെ നമ്മളുടെ ക്രിച്ച്ഹോഫിന്റെ സെക്കൻഡ് ലോ വെച്ച് നമ്മൾ, അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ, ഫസ്റ്റ് റൂൾ വെച്ച് നമ്മൾ എഴുതുന്ന സാധനങ്ങളാണ്. അതിന്റെ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ തൽക്കാലം നോക്കിയാൽ മതി. അതുപോലെ IS എന്ന് പറയുന്നത് IS ഷണ്ടിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് I into that is G divided by G plus S. ഷണ്ടിൽ കൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനകത്തിൽ അത് Gക്ക് പ്രൊപ്പോർഷണലാണ്. ജിയിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് എസിന് പ്രൊപ്പോർഷണലാണ്. അത് മറന്നു പോകരുത്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നോക്കിയേ, ജിയിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് എസിന് പ്രൊപ്പോർഷണലാണ്. എസിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ജിക്ക് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പം ആ 2 എണ്ണമായി നമുക്ക്. ഇനി അടുത്ത ടോട്ടൽ റെസിസ്റ്റൻസ് കൂടെ നമ്മൾ നോക്കണം. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് RP. വേണ്ട, അതിന്റെ ആവശ്യം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് പാരലാണ്. അപ്പൊ പാരലിന്റെ വാല്യൂ ആകുമ്പോൾ GS ഡിവൈഡ് ബൈ G plus S ആണെന്നൊക്കെ അറിയാം. അതിന്റെ ആവശ്യം. ഇനി അടുത്ത വോൾട്ട്മീറ്ററിലേക്ക് നോക്കാം. വോൾട്ട്മീറ്ററിനെ സംബന്ധിച്ച് അതിന്റെ നമ്മൾ കൊടുക്കുന്ന റെസിസ്റ്റൻസിന്റെ മൂല്യമാണ് പറയുന്നത്. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു കൊടുത്ത സപ്ലൈ വോൾട്ടേജ് V ഡിവൈഡഡ് ബൈ
IG മൈനസ് G പഴയ എന്താണ് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, ഗാൽവാനോമെട്രിക് റെസിസ്റ്റൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോ നമുക്ക് ഇതിനകത്തിൽ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ബാക്കി പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററും കൂടെ ഇതിന്റെ കുറച്ച് ഭാഗം പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ബാക്കി വീഡിയോ ഓൺ ചെയ്യുക, ബാക്കിയുള്ളവർ ഓൺ ചെയ്തു. അപ്പോ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിനകത്തിലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും മാഗ്നറ്റിസം ആൻഡ് മാറ്ററും പരസ്പരം ലിങ്ക് ചെയ്ത് കിടക്കുന്ന ചാപ്റ്ററുകളാണ്. അതിൽ ഇതിനകത്തിൽ മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങളോട് ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടതാണ്. നമ്മളുടെ പല ഷേപ്പുകളും ഫിഗറുകളും നമ്മൾ ചെയ്തതാണ്. മിമിക്രിക്കാരുടെ ഫിഗർ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ലോങ് സ്ട്രൈറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും അതിന്റെ സർക്കുലർ ലൂപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. എന്നിട്ട് ബാക്കി ചോദ്യങ്ങൾക്ക് പലതും നമുക്ക് അതിനകത്ത് ടോർക്ക്, പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ പ്രോബ്ലം അതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേ ചാപ്റ്ററിന്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൂടെ ചെയ്തിട്ട് മാത്രമേ രണ്ടിലൂടെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ അതിന്റെ പകുതി തിയറിയൂടെ പഠിച്ചിട്ടേ ഇതിന്റെ ബാക്കിയുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടോ? ഉത്തര സംശയം ഉണ്ടോ? ഇല്ല. അപ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് സംശയങ്ങളെല്ലാം തോന്നുന്നു. ലാസ്റ്റ് പേജിന്റെ സ്ക്രീൻഷോട്ട്, ഈ പേജിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിരുന്നോ? ഇപ്പൊ കിടക്കുന്ന പേജിന്റെ എടുക്കാത്തവരുണ്ടെങ്കിൽ ആ പേജിന്റെ സ്ക്രീൻഷോട്ട് കൂടെ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളുക. ആഫ്റ്റർ ഓൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ അതുവരെ നന്ദി, നല്ല നമസ്കാരം. ശരി. താങ്ക് യു സർ. താങ്ക് യു സർ.